നമസ്കാരം. NDAയുടെ സർക്കാർ രൂപീകരണ കൂടിയാലോചനകൾ കൊണ്ട് സജീവമാണ് രാജ്യ തലസ്ഥാനം. മോദിയുടെ മൂന്നാം ഊഴം ഉറപ്പായെങ്കിലും ഭരണത്തിന്റെ നിയന്ത്രണ ചരട് നിതീഷ് നായിഡു കൈകളിലായിരിക്കും. ഒരു രാഷ്ട്രം, ഒരു നയം, ഒരു തീരുമാനം എന്ന മോദി ഷാ ഭരണശൈലി ഇതോടെ അവസാനിപ്പിക്കേണ്ടി വരും. രാമക്ഷേത്രവും കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കലും നടപ്പാക്കിയ BJPക്ക് ഏക സിവിൽ കോഡ് അടക്കം ബാക്കി വെച്ച അജണ്ടകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണമെങ്കിൽ പോലും ഘടകകക്ഷികളുടെ ഔദാര്യത്തിലേ കഴിയൂ. അതിനു പുറമെയാണ് സ്വന്തം സംസ്ഥാനങ്ങളുടെ പ്രത്യേക പദവിയും സ്പീക്കർ സ്ഥാനവും ജാതി സെൻസസും നിർണായക വകുപ്പുകളിന്മേലുള്ള ഘടകകക്ഷികളുടെ അവകാശവാദം. രാഷ്ട്രീയ കാറ്റിന്റെ ഗതിക്കൊത്ത് മാറിയും തിരിഞ്ഞും സ്വന്തം പാർട്ടി നൗകകൾ നിയന്ത്രിച്ച് പരിചയിച്ചിട്ടുള്ള നിതീഷ് നായിഡു ദ്വയങ്ങൾക്കൊപ്പം മോദിയുടെ ഭരണയാത്രയ്ക്ക് വിജയതീരം തൊടാനാകുമോ? സർക്കാർ രൂപീകരണത്തിന് മുൻപേ ഉപാധികൾ വെച്ച് നിയന്ത്രണം തുടങ്ങിയ ഘടകകക്ഷികളുടെ പിന്തുണയിൽ മോദി ഭരണത്തിന് എന്ത് ഗ്യാരണ്ടി? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. എൻകൗണ്ടറിൽ ഇന്നെന്റെ അതിഥികൾ കോൺഗ്രസ് പ്രതിനിധി ശ്രീ രാജു പി നായർ, BJP പ്രതിനിധി ശ്രീ PR ശിവശങ്കരൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ഫസൽ ഗഫൂർ, മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ AJ ഫിലിപ്പ് എന്നിവരാണ്. ശ്രീ PR ശിവശങ്കർ, മൂന്നാം ഊഴത്തിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. 2014-ലെയും 2019-ലെയും പോലെയല്ല ഒരു ഒറ്റകക്ഷി ഭരണത്തിൻ്റെ, അല്ലെങ്കിൽ സമ്പൂർണമായും ഭൂരിപക്ഷം കിട്ടിയ ഒരു ഒറ്റകക്ഷിക്ക് ആധിപത്യമുള്ള ഒരു ഭരണത്തിൻ്റെ ശൈലി നരേന്ദ്രമോദിക്ക് ഈ മുന്നണി സംവിധാനത്തിൽ, ഈ കൂട്ടുകക്ഷി ഭരണത്തിൽ പുറത്തെടുക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സർക്കാരിനെ താങ്ങി നിർത്താൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട തൂണുകൾ തെലുഗുദേശം പാർട്ടിയുടെ ചന്ദ്രബാബു നായിഡുവും JDUവിൻ്റെ നിതീഷ് കുമാറും ഇതിനോടകം തന്നെ ഉപാധികൾ വെച്ച് കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലാകെ ജാതി സെൻസസ് നടപ്പാക്കണം എന്ന നിതീഷിൻ്റെ ആവശ്യമാണ്. ജാതി സെൻസസ് എന്നത് താങ്കൾക്കറിയാവുന്നതുപോലെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട, ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു. ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട വാഗ്ദാനത്തെ ഉപാധിയായി വെച്ചുകൊണ്ടാണ് ഈ സർക്കാരിന് പിന്തുണ കിട്ടാൻ പോകുന്നത്. ഇതെങ്ങനെ നിലനിൽക്കും? എത്ര കാലം നിലനിൽക്കും? എന്തുറപ്പ്, എന്ത് ഗ്യാരണ്ടി? ഞാൻ ഈ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഗോപികൃഷ്ണൻ, നമ്മൾ മനസ്സിലാക്കേണ്ടതിന് രണ്ട് ഭാഗമായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ശ്രീ നരേന്ദ്രമോദിയെയും BJP സർക്കാരിനെയും വിലയിരുത്തുമ്പോൾ പൊതുവെ എതിരാളികൾക്കും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾക്കും മാധ്യമപ്രവർത്തകർക്കും പലപ്പോഴും തെറ്റ് സംഭവിക്കാറുണ്ട്. കാരണം നരേന്ദ്രമോദിക്ക് ഇപ്പോൾ അടുത്ത കാലത്തായി 2014 പാർലമെൻറ്റിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ഗുജറാത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണ നൈപുണ്യമേ ഉള്ളൂ. അതൊരു രാജ്യത്തിൻ്റെ, അല്ലെങ്കിൽ ഡൽഹിയെ പോലുള്ള കുറച്ചുകൂടി വിശാലമായ ഒരു രാജ്യത്ത് ഗുജറാത്തിനെ പോലെയുള്ള ഒരു ഏകാധിപതി ഭരണം നടക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ പല അപാകതകളും ഉണ്ടാകും. ഭരണപരമായി കഴിവ് ഗുജറാത്തിനെ പോലെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിമർശനമൊക്കെ നമ്മൾ 2014 ധാരാളം കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനുശേഷമാണ് ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനവും മറ്റുള്ള പ്രവർത്തനങ്ങളും എല്ലാവരും അംഗീകരിച്ചതും രാജ്യത്തിൻ്റെ തന്നെ യശസ് ലോകമൊട്ടാകെ ഉയർന്നതുമെല്ലാം നമ്മൾ കണ്ടിരുന്നു. ആ സഖ്യകക്ഷികൾ പൂർവാധികം ശക്തിയോടെ BJPയോടൊപ്പം നിൽക്കുകയും BJPയും പരമാവധി ശക്തി പ്രാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു ചെറിയ തിരിച്ചുപോക്ക്, അല്ലെങ്കിൽ 2043 എത്തിയിരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ സഖ്യകക്ഷികൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുക സ്വാഭാവികമാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഇത്തരം ആരോപണങ്ങൾ, ഒരുപക്ഷെ കുറച്ചുകൂടി കോമൺ മിനിമം പ്രോഗ്രാമൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ള, ചിലപ്പോൾ അങ്ങനത്തെ ഒരു പേരായിരിക്കില്ല, അത്തരം ഒരു ചർച്ചകളൊക്കെ നടക്കുകയും TDPയുടെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും എല്ലാം ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും, ഞാൻ മനസ്സിലാക്കുന്നത് NDAയുടെ ഒരു തിരഞ്ഞെടുപ്പ് പത്രിക ഈ തിരഞ്ഞെടുപ്പിന് മുൻപിൽ തന്നെ അംഗീകരിക്കുകയും അതിലെല്ലാം അംഗീകരിച്ച് ഒപ്പിട്ടുകൊണ്ട് ഒരുമിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്ത സഖ്യകക്ഷികൾ തന്നെയാണ് ശ്രീ ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും. അതുകൊണ്ട് അവർ ഇതൊന്നും അറിയാത്ത നരേന്ദ്രമോദി സർക്കാരിൻ്റെയും ഇടപെടുകയാണ്. താങ്കളുടെ കൂടി അനുവാദത്തോടു കൂടി ശ്രീ ശിവശങ്കർ, എൻ്റെ ഇടപെടൽ ഇങ്ങനെയാണ്. അതായത് അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട വാഗ്ദാനമായ ദേശീയ തലത്തിലെ ജാതി സെൻസസ് എന്നത് ഈ സർക്കാരിൻ്റെ പിന്തുണയ്ക്ക് ഒരു പ്രധാന ഉപാധിയായി വെക്കുന്നതിലെ രാഷ്ട്രീയ സന്ദേശം എന്താണ്? വാട്ട് ഈസ് ദ പൊളിറ്റിക്കൽ മെസ്സേജ്? ഞാൻ രണ്ട് കാര്യം കാണുന്നു. ഒന്ന്, ജാതി സെൻസസിനെ എല്ലാ രീതിയിലും അംഗീകരിക്കുക എന്നത് മാത്രമാണ് BJPയുടെ എതിർപ്പ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു പരിധിവരെ അംഗീകരിച്ചാൽ ഒരു പക്ഷേ ഇന്ത്യ സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ന് കോൺഗ്രസിൻ്റെ കൂടെയുള്ള സഖ്യകക്ഷികൾ പോലും ഒരു പക്ഷേ BJPയിലേക്ക് വരുവാനുള്ള സാധ്യത എന്തുകൊണ്ട് അങ്ങനെ കണ്ടുകൂടാ? അതായത് കേന്ദ്ര സർക്കാർ ഇന്ന് തങ്ങൾ ഉന്നയിച്ച ഒരു ആവശ്യങ്ങളിൽ ഇതാ ചിലത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാളെ DMKക്കോ മറ്റു ചില പാർട്ടികൾക്കോ കേന്ദ്രത്തിലേക്ക് വരുവാനും സഖ്യകക്ഷികളുടെ ശക്തിയോട് കൂടിയിട്ട് ഒരു പക്ഷേ ഒരു 300-ഓ 350-ഓ സീറ്റ് ഉണ്ടാകുവാനുമുള്ള ഒരു സാധ്യതയെ എന്തിനാണ് തള്ളിക്കളയുന്നത്? അപ്പോൾ BJPക്ക് ഇത്തരത്തിലുള്ള ഒരു ജനങ്ങൾക്ക് ആവശ്യമാണ്, അതല്ലെങ്കിൽ കുറച്ചുകൂടി നയപരമായി നടത്തേണ്ടുന്ന കാര്യങ്ങൾ സഖ്യകക്ഷികൾ ചെയ്താൽ അതും ചിന്തിക്കാവുന്നതാണല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, പലപ്പോഴും ഞങ്ങൾ എതിരാളികളെല്ലാം ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജമ്മു കാശ്മീരിൽ PDPയുമായി ചേർന്നുകൊണ്ട് BJP ഭരിച്ചിട്ടുണ്ട്. നാഗപ്പൂരിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി BJP ഭരിച്ചിട്ടുണ്ട് മുനിസിപ്പാലിറ്റി. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ BJP ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് അതാണ് ആവശ്യം, അല്ലെങ്കിൽ ജനപിന്തുണ അങ്ങനെയാണ്, ജനങ്ങളുടെ സമ്മതിദാന അവകാശം അങ്ങനെയാണ്, അത്തരത്തിൽ നടന്നിട്ടുണ്ട്. അതിനെന്താ തെറ്റ്? അപ്പോൾ ഇതൊന്നും പാടില്ല എന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനോട് നീതിപൂർവമായി ചർച്ച ചെയ്യുകയും ആവശ്യമെങ്കിൽ നടപ്പാക്കുകയും ചെയ്യും. ഞാൻ രണ്ടാമത്തെ ഭാഗം പറയാൻ പോകുന്നത്, എനിക്ക് തോന്നുന്നില്ല ഒരു പരിധിയിൽ കൂടുതൽ നിതീഷ് കുമാറോ TDPയോ തങ്ങളുടെ ആവശ്യം ശക്തമായി പിടിച്ചുകൊണ്ട്, ഇപ്പം നേരത്തെ പല ചാനലിലും വരുന്നത് പോലെ ധനമന്ത്രി സ്ഥാനം വേണം, സ്പീക്കർ വേണം എന്ന കാര്യമൊന്നും അത്രയേറെ നിർബന്ധം പിടിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് രണ്ട് കാരണങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഈ 16 പേരുള്ള TDPയും 12 പേരുള്ള നിതീഷ് കുമാർ സഖ്യവും പിന്മാറിയാൽ പോലും ഞങ്ങൾക്ക് അവിടെ ഒരു കംഫർട്ട് മെജോറിറ്റി 272 എന്നുള്ള മെജോറിറ്റിയിൽ കൂടുതലുണ്ട് ഇപ്പോൾ. കാരണം ഏതാണ്ട് 10ഓളം പേര് പുതിയതായിട്ട് ഞങ്ങളെ പിന്തുണച്ചിരിക്കുന്നു. അപ്പോൾ അത് ഒരു പ്രശ്നമല്ല. രണ്ട്, ഇപ്പോൾ ഒരു തർക്കത്തിന് വേണ്ടിയിട്ട് വിചാരിക്കും, ഇപ്പോൾ പിണറായി വിജയൻ BJP അല്ലെങ്കിൽ NDA സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ധരിക്കുക, ഞങ്ങൾക്ക് വേണ്ട, ദൈവം ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ MP ആയി ജയിച്ചിരിക്കുന്ന ശ്രീ രാധാകൃഷ്ണനെ ധനമന്ത്രിയാക്കണമെന്നോ അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്റ്റർ ആക്കണമെന്നോ അദ്ദേഹം പറയില്ലല്ലോ. കാരണം തന്നേക്കാൾ ശക്തി കേന്ദ്രം ഡൽഹിയിലുണ്ടെങ്കിൽ അത് TDP ചന്ദ്രബാബു നായിഡുവിന് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. സ്പീക്കർ ആയിരുന്നപ്പോൾ ആ കാലഘട്ടത്തിൽ അന്നത്തെ TDPയുടെ സ്പീക്കർ എത്രമാത്രം ശക്തി പ്രാപിച്ചുവെന്നും അദ്ദേഹം TDPയുടെ തന്നെ നേതാവാൻ ശ്രമിച്ച കഥകളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ തന്നേക്കാൾ ശക്തിയായ ഒരു കേന്ദ്രത്തെ, ഒരു മന്ത്രിയെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കാൻ സ്വന്തം മകനോ മരുമകനോ ആണെങ്കിൽ പോലും ഒരുപക്ഷെ ഈ രണ്ടുപേരും ശ്രമിക്കില്ല. അവർക്ക് കംഫർട്ടായിട്ട് അവരെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ 2 മരുമക്കളെ മാത്രമാണ്. അത് എങ്ങനെയുണ്ട് ചെയ്യും എന്ന് മാത്രമേ ഞാൻ ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, താങ്കളുടെ വിശ്വാസം താങ്കളെ രക്ഷിക്കട്ടെ എന്ന് മാത്രമാണ്. കാരണം പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ചന്ദ്രബാബു നായിഡുവിനെ പോലൊരാൾ കണ്ണുവെക്കുന്നുണ്ടെങ്കിൽ, അതിലൊരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ, അത് ആന്ധ്രാപ്രദേശിനും തലസ്ഥാനമായ അമരാവതിക്കും സാമ്പത്തികമായ നേട്ടമുണ്ടാക്കാൻ പാകത്തിലുള്ള ഇടപെടൽ കണ്ടുവെച്ചുകൊണ്ടായിരിക്കും. ഹൈദരാബാദിനെ ഒരു IT സിറ്റിയാക്കി മാറ്റിയ, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു IT മുഖ്യമന്ത്രി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആളാണ് ചന്ദ്രബാബു നായിഡു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭരണകർത്താവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊന്നും എനിക്ക് താങ്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. താങ്കൾക്ക് എന്നേക്കാൾ നന്നായി അതൊക്കെ അറിയാം എന്ന് എനിക്കറിയാം. അപ്പോഴതുകൊണ്ട് ചന്ദ്രബാബു നായിഡുവോ അല്ലെങ്കിൽ നിതീഷ് കുമാറോ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ കണ്ണുവെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സംസ്ഥാനങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതായിരിക്കും എന്നതൊരു സാമാന്യ യുക്തിയാണ് അവരുടെ ചരിത്രം അറിയുന്ന ആളുകൾക്ക്. ഇനി ശ്രീ ശിവശങ്കർ, നമുക്കതിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ഒന്നുകൂടി വിശദമായി ചർച്ച ചെയ്യാൻ ഞാനപ്പോൾ താങ്കൾക്ക് ഈ സമയവും അനുവദിക്കാം. ശ്രീ രാജു P. നായർ, നമുക്ക് ശ്രീ ശിവശങ്കർ ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ ഒടുവിൽ പറഞ്ഞ ചില ഭാഗത്തിൽ നിന്ന് വേണം ഈ താങ്കളോടുള്ള എൻ്റെ ചോദ്യം. അതായത് ഇപ്പോൾ കാണുന്ന ഒരു സിനാരിയോ, ഈ വിശ്വസിക്കാൻ കൊള്ളാത്ത തെലുഗുദേശം പാർട്ടിയും വിശ്വസിക്കാൻ കൊള്ളാത്ത JDUവും ആണ് ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്നത് എന്നാണ് ശ്രീ ശിവശങ്കർ ഇവിടെ പറഞ്ഞു. ഒരു കോമൺ മിനിമം പ്രോഗ്രാം എന്നല്ല ആയിരിക്കില്ല വിളിപ്പേരെങ്കിലും ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനത്തിലൂടെ ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ശ്രമിക്കുക എന്ന് അദ്ദേഹം മറ്റൊരു സാധ്യത മുന്നോട്ട് വെച്ചു. അതായത് ഇപ്പോൾ ഇന്ത്യ കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുന്ന DMK പോലെയുള്ള കക്ഷികൾക്ക് ഇങ്ങോട്ട് വരണം എന്ന് തോന്നിയാൽ അതുമാകാമല്ലോ എന്ന്. ഈ ഭരണത്തിൽ ഈ 10 വർഷം ഇരുന്നപ്പോൾ സംസ്ഥാനങ്ങളിലെ ഭരണങ്ങളിലേക്ക് BJP കടന്നു കയറിയിട്ടുള്ള രീതികൾ നമുക്കറിയാം.
ഏതൊക്കെ പാർട്ടികൾക്കകത്ത് വിള്ളലുണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം, ആരൊക്കെ മറുകണ്ഠം ചാടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ അനുഭവങ്ങളൊക്കെ മുന്നിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ശ്രീ ശിവശങ്കർ ഇവിടെ പറഞ്ഞതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ആളുകൾ എത്താമല്ലോ എന്ന സാധ്യതയെ തള്ളിക്കളയാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ രണ്ടു പേരുടെ പിന്തുണയിലുള്ള മോദി സർക്കാരിൻ്റെ ആയുസ്സിനെ കുറിച്ച് നമ്മൾ ആശങ്കപ്പെടുന്നതിൽ അർത്ഥമുണ്ടോ? ഗോപികൃഷ്ണൻ, അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, രാജ്യം നരേന്ദ്രമോദിയെ ഒരു ക്ലാസ് റൂമിൽ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. അത് ജനാധിപത്യം പഠിപ്പിക്കുന്ന ക്ലാസ് റൂമാണ്. ആ ജനാധിപത്യം പഠിപ്പിക്കുന്ന ക്ലാസ് റൂമിലേക്ക് 2024 നരേന്ദ്രമോദിയെ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് നരേന്ദ്രമോദി എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള വിലപേശലുകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളൊരു സംവാദത്തിന് പോലും അല്ലെങ്കിൽ ഒരു സംഭാഷണത്തിന് പോലും തയ്യാറായിട്ടുള്ള നരേന്ദ്രമോദിയെ കണ്ടിട്ടുണ്ടോ? 2002 ഗുജറാത്ത് മന്ത്രിസഭ മുതൽ BJP സർക്കാരിന് പോലും അല്ല അറിഞ്ഞിരുന്നത്, അത് മോദി സർക്കാരിന് മാത്രമാണ് അറിഞ്ഞത്. 2014 2019 തെരഞ്ഞെടുപ്പിലും ഇന്ത്യ മുന്നണി ഉണ്ടായിരുന്നെങ്കിലും ആ ഇന്ത്യ മുന്നണിയുടെ സർക്കാർ ആയിരുന്നില്ല അത്, മറിച്ച് മോദി സർക്കാർ എന്നാണ് അറിഞ്ഞിരുന്നത്. ഇപ്പോഴും പറയുന്നത് മോദി 3 എന്നാണ്. പക്ഷെ ആ മോദി സർക്കാരിൽ നിന്ന് മാറിയിട്ട് ഇന്ത്യ സർക്കാരായിട്ട് മാറേണ്ട അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു. ശ്രീ ശിവശങ്കരൻ ഇവിടെ സൂചിപ്പിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് നരേന്ദ്രമോദി അറിയില്ലായിരുന്നു. അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് അവിടുത്തെ അദ്ദേഹത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി മാത്രം ഇരിക്കുന്ന ആൾക്ക് ഇന്ത്യയെ എങ്ങനെ നയിക്കാൻ പറ്റും എന്നുള്ള ചോദ്യങ്ങൾ നമ്മളൊക്കെ ഉയർത്തിയിട്ടുണ്ടെന്നാണ്. ആ ചോദ്യത്തിന്റെ മറുപടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊടുത്തത്. ആ ചോദ്യം, ഇന്ത്യയെ നയിക്കാൻ നരേന്ദ്രമോദിക്ക് പ്രാപ്തിയില്ല, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും അന്ന് ചിദംബരം പറഞ്ഞ പോലെ ഒരു സ്റ്റാമ്പിന്റെ പിന്നിൽ പോലും എഴുതാൻ അറിയാത്ത സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് ജ്ഞാനമില്ലാത്ത നരേന്ദ്രമോദി ഉണ്ടാക്കി വെച്ച പ്രശ്നമാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത്. അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച സാമ്പത്തിക നീതിയുടെയും സാമൂഹിക നീതിയുടെയും അടിസ്ഥാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തത്. അത് എത്രമാത്രം ജനങ്ങളിലേക്ക് എത്താൻ സാധിച്ചു, എവിടെയൊക്കെ അതിന് പോരായ്മകളുണ്ട് എന്നൊക്കെ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ഉത്തർപ്രദേശിൽ BSP കാരണം 15 സീറ്റ് കൂടി BJP ജയിച്ചു എന്ന് പറഞ്ഞു. അതില്ലായിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു നമുക്കറിയാം. അപ്പോൾ ആ തർക്കങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷേ അപ്രമാദിത്വമുള്ള ഒരു മോദി അല്ലെങ്കിൽ ഏകാധിപതിയായ മോദിയെ ജനാധിപത്യത്തിന്റെ സ്കൂളിലേക്ക് അയച്ചിരിക്കുകയാണ്. ആ ജനാധിപത്യത്തിന്റെ രീതികൾ നരേന്ദ്രമോദിക്ക് പഠിക്കേണ്ടി വരും. ആ നരേന്ദ്രമോദിയെ പഠിപ്പിക്കുന്ന 2 സാറുമാരാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡു. ഇവർ രണ്ടുപേരും ഈ മുന്നണി രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞവരാണ്. അവർ പ്രാദേശിക പാർട്ടികളാണ്. ആ പ്രാദേശിക പാർട്ടികൾ എന്ന നിലയ്ക്ക് JDU ദേശീയ പാർട്ടി എന്നൊക്കെ അവരെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാലോ അവരുടെ താല്പര്യം ബീഹാറിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രാദേശിക പാർട്ടികൾ ആ പ്രാദേശിക താല്പര്യങ്ങൾ മുൻനിർത്തി വിലപേശൽ നടത്തുമ്പോൾ ഈ ഭരണ സംവിധാനം മുന്നോട്ട് പോകണമെങ്കിൽ നരേന്ദ്രമോദിക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. പണ്ടുണ്ടായിരുന്ന പോലെ കേന്ദ്ര ക്യാബിനറ്റിനെ മുഴുവൻ പൂട്ടിയിട്ടിട്ട് നാടിനോട് വന്നിട്ട് 8 മണിക്കൂർ ഭ്രാന്തൻ പ്രഖ്യാപനം നടത്തി നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഞാൻ ഈ രാജ്യത്തെ മുഴുവൻ കറൻസിയും പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഭ്രാന്തൻ തീരുമാനം നടപ്പാക്കാൻ നരേന്ദ്രമോദിക്ക് ഇനി പോലും പറ്റില്ല. പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കയറി വന്നിട്ട് അമിത്ഷാ പോക്കറ്റിൽ നിന്നൊരു പേപ്പർ എടുത്തിട്ട് ആർട്ടിക്കിൾ 370 ഇല്ലാതെയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇനി നടക്കില്ല. ഇനി ഏത് കാര്യവും പറയുന്നതിന് മുമ്പ് ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും അംഗീകാരം മേടിക്കേണ്ട ജനാധിപത്യ സ്കൂളിൽ നരേന്ദ്രമോദി ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. പിന്നെ ഇവിടെ നോക്കൂ, DMK ഉൾപ്പെടെയുള്ളത് ഇതൊക്കെ പറയാന്നേ. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, എപ്പോഴാണ് ഇത്തരത്തിലുള്ള ചെറു പാർട്ടികൾക്ക് ഈ സർക്കാരിനോട് അല്ലെങ്കിൽ നരേന്ദ്രമോദിയോട് അല്ലെങ്കിൽ BJPയോട് ആകർഷണം തോന്നുക? അവർക്ക് നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP ഒരു ബെറ്റർ പൊസിഷനിൽ നിൽക്കുന്നു എന്നുള്ള തോന്നല, ഒരു എന്താ പറയുക, തകർക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ശക്തിയായിട്ട് നിൽക്കുന്നു എന്ന് തോന്നുമ്പോഴാണ്. അങ്ങനെ നിന്ന സമയത്ത് പണം ഉപയോഗിച്ച് ജനാധിപത്യപരമല്ലാത്ത മാർഗം ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്നും മറ്റ് പാർട്ടികളിൽ നിന്നും MP-മാരെ എടുത്തിട്ടുണ്ട്, കക്ഷികളെ വിലക്കെടുത്തിട്ടുണ്ട്, പല ഘട്ടങ്ങൾ അവർ തരണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ സിനാരിയോ എന്താ? നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഏറ്റവും അൺപോപ്പുലറായ ഒരു നേതാവായി മാറി. ഏറ്റവും അൺപോപ്പുലറായ ഒരു നേതാവായി മാറിയെന്ന് എങ്ങനെയാ? ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ സ്വന്തം മണ്ഡലത്തിൽ കടന്നുകൂടാൻ പെട്ട പാട് നമുക്കറിയാം. അപ്പൊ അങ്ങനെ കട്ടപ്പെട്ട് കടന്നുകൂടിയ നരേന്ദ്രമോദി ഇനി മുന്നോട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇനി നരേന്ദ്രമോദിക്ക് ഒരു സ്ഥാനമില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ഇനി BJPക്കാണ് സ്ഥാനം, ഇനി BJPക്കും ഇന്ത്യ മുന്നണിക്കുമാണ് സ്ഥാനം. അപ്പൊ ആ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പില്ലായ്മയിലേക്ക് ചെന്ന് ചാടാൻ ഒരു പാർട്ടിയും ഇനി തയ്യാറാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്.
അപ്പൊ അവിടെ ഈ പറയുന്ന സംഭാഷണങ്ങളും സംവാദങ്ങളും ഒരുമിച്ച് ചേരലും എല്ലാം നരേന്ദ്രമോദിയുടെ DNA ഇല്ലാത്ത കാര്യങ്ങൾ ആ രീതിയിലേക്ക് മുന്നോട്ട് പോയാൽ ഒരു സംശയവും വേണ്ട, ഈ സമീപകാലത്തിൽ 2 വർഷം പരമാവധി അതിനു മുമ്പായിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രതിഭാസം ഇന്ത്യയിൽ അസ്തമിക്കാൻ പോവുകയാണ്, കുഴിച്ചു മൂടാൻ പോവുകയാണ്. നരേന്ദ്രമോദിയെയും BJPയുടെയും ഇന്ത്യ മുന്നണിയെയും ഈ രാജ്യത്തിന്റെ മണ്ണിൽ വർഗീയതയെ കുഴിച്ചു മൂടുന്നതിന്റെ കുഴിവെട്ടിയ തെരഞ്ഞെടുപ്പാണ് 2024. ഇനി അതിനകത്തേക്ക് തള്ളിയിട്ട് മൂടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അത് ചെയ്യും, ജനം അത് ചെയ്യും. അത് കൃത്യമായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇനി ആരെങ്കിലും ഏതെങ്കിലും ഒറ്റ 10 സെക്കൻഡ് ഏതെങ്കിലും ഒരു പാർട്ടിയിൽപ്പെട്ട ഒരു MP ഇനി നരേന്ദ്രമോദിക്ക് വേണ്ടി BJPക്ക് വേണ്ടി രാജിവെച്ച് പോയി പിന്തുണ കൊടുക്കാൻ നിൽക്കുവോ? അങ്ങോട്ടേക്ക് പോയി ചേരാൻ നിൽക്കുവോ? ഉത്തർപ്രദേശിൽ നിന്നൊക്കെ ഇനി ജയിക്കില്ലെന്നേ. ഉത്തർപ്രദേശിൽ നിന്നാ ജയിക്കില്ല. രാജസ്ഥാനിൽ നിന്ന് ഇനി ജയിക്കാൻ പോകുന്നില്ല. തകർന്നു പോയ ഒരു പാർട്ടിയുടെ ഇനി ഒരു കാരണവശാലും മറ്റൊരിടത്തും കൊണ്ടും ജയിപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ജയിക്കാൻ കഴിയില്ല എന്നുള്ള അവർക്കറിയാം. അതുകൊണ്ട് അവരാരും ആ റിസ്ക് എടുക്കാനും തയ്യാറാവില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ പുതിയ ചില അവകാശവാദങ്ങൾ അല്ലെങ്കിൽ ചില പ്രതീക്ഷകൾ അതൊക്കെ അസ്തമിക്കാൻ പോകുന്നേ ഉള്ളൂ. ശരി, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ AJ ഫിലിപ്പ് ഉണ്ട്. ശ്രീ AJ ഫിലിപ്പ്, ഈ സർക്കാർ രൂപീകരണത്തിന്റെ ചർച്ചകളൊക്കെ കഴിഞ്ഞ് അതിന്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ ഈ സർക്കാർ അൽപായുസായിരിക്കും ഈ സർക്കാരിന് എന്ന് നമ്മൾ വിധി എഴുതുകയാണ്. അതിന് കാരണക്കാർ കൂടെയുള്ളത് നിതീഷും ചന്ദ്രബാബു നായിഡു ആണ് എന്നതാണ്. അതിൽ താങ്കൾ യുക്തി കാണുന്നുണ്ടോ? ഇതിൽ ആദ്യമായിട്ട് കാണേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ നരേന്ദ്രമോദി ഒരു പൂർണ്ണ പരാജയമായിരുന്നു. അദ്ദേഹത്തിന് യുക്തിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധമുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയാകാൻ ശ്രമിക്കരുതായിരുന്നു. അദ്ദേഹം ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് എൻ്റെ ആഗ്രഹം 400-ന് മുകളിൽ സീറ്റ് കിട്ടുക എന്നായിരുന്നു. അത് കിട്ടാത്ത സ്ഥിതിക്ക് ഞാൻ ഈ സ്ഥാനത്ത് നിന്ന് മാറുന്നു. പക്ഷേ BJPക്ക് കിട്ടിയ പിന്തുണയ്ക്ക് ഞാൻ ജനങ്ങളോട് നന്ദിയുള്ളവരാണ്. BJP അടുത്തൊരു വേണ്ട നേതാവിനെ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാറിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഡിഗ്നിറ്റി ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ചെയ്യാതെ BJPയിലെ ഈ നരേന്ദ്രമോദി മാത്രമല്ല, കഴിവുള്ള വേറെ നേതാക്കളുണ്ടല്ലോ, അവരെ ആരെങ്കിലും പ്രധാനമന്ത്രിയാക്കാമായിരുന്നു. ഇദ്ദേഹത്തിനുള്ള ഏക ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ വോട്ട് കിട്ടും, ജയിക്കുമെന്നായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി, മോഡിയുടെ പേരിൽ വോട്ടൊന്നും കിട്ടിയിട്ടില്ല, മോഡിയുടെ പേരിൽ വോട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ മോഡി പ്രഭാവം ഒന്നും ഇല്ലായിരുന്നു. പിന്നെ BJPയുടെ മാനിഫെസ്റ്റോയെക്കുറിച്ച് ആദ്യം സുഹൃത്തോട് പറയുകയുണ്ടായി. BJPയുടെ മാനിഫെസ്റ്റോയ്ക്ക് ഒരു പേര് പോലും മോഡി ഗ്യാരണ്ടി എന്നാണ്. ആ ഒരു സ്ഥിതിയാണ്. പിന്നെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്ന കാലം തൊട്ട് നമുക്കറിയാം, അദ്ദേഹം ഒരു ഏകാധിപതി, ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സമീപനം. ശരിയോ തെറ്റുമായിക്കൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ സമീപനം ഒരു ഡെമോക്രാറ്റിക് അല്ലായിരുന്നു, ഒരു ഏകാധിപതിയായിട്ടാണ്. ഈവൻ BJPയിലെ ആൾക്കാരോട് പോലും കൺസൾട്ട് ചെയ്യാതെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ തീരുമാനവും എടുത്തിരുന്നത്. അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റി ഒരു കൊട്ടേരിയുണ്ട്, ആ കൊട്ടേരി പറയുന്നതനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ BJP നേതാക്കൾക്കും ഒന്നും കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ഒരു സ്വാധീനമില്ലായിരുന്നു. എല്ലാം നരേന്ദ്രമോദിയുടെ പ്രഭാവമായിരുന്നു. പക്ഷേ ഇനിയും ഇപ്പോൾ അത് നടക്കാൻ പോകുന്നില്ല. കാരണം ഇതൊരു മന്ത്രിസഭയാണ്. മന്ത്രിസഭ നടത്താൻ ഇദ്ദേഹത്തിന് കഴിവുണ്ടോ എന്ന് കാലം തെളിയിക്കും. ഇവിടെ നേരത്തെ കൂട്ടുമന്ത്രിസഭ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മൻമോഹൻ സിംഗിൻ്റെ ആദ്യത്തെ UPA ഗവൺമെൻറ് നടന്നപ്പോൾ അന്ന് മൻമോഹൻ സിംഗിന് മജോറിറ്റി ഇല്ല. പക്ഷെ എന്തില്ല, അന്ന് അദ്ദേഹത്തിന് പല നല്ല തീരുമാനങ്ങളും എടുക്കാൻ കഴിഞ്ഞു. അതിലൊന്നാണ് ഈ നാഷണൽ ഹെൽത്ത് മിഷൻ ഒരെണ്ണം കൊണ്ടുവന്നു. രണ്ടാമത് ഈ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം കൊണ്ടുവന്നു. പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കൊണ്ടുവന്നു. അങ്ങനെ പല നല്ല തീരുമാനങ്ങളും അദ്ദേഹത്തിന് എടുക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് മജോറിറ്റി ഇല്ലാതിരുന്ന ഒരു സമയത്താണ്. അതുപോലെ തന്നെ കുറച്ചുകൂടെ പിന്നോട്ട് പോയാൽ ഇന്ദിരാഗാന്ധി ഭരിച്ച ഒരു സമയമുണ്ട്. അന്ന് ഇന്ദിരാഗാന്ധിക്ക് ഇവിടെ മജോറിറ്റി ഇല്ലായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ അന്നത്തെ ഭരണത്തിൽ മറ്റ് പാർട്ടികളുടെ ഔട്ട്സൈഡ് സപ്പോർട്ടോട് കൂടിയാണ് ഇന്ദിരാഗാന്ധി ഭരിച്ചത്. ഇന്ദിരാഗാന്ധിക്ക് അന്ന് നല്ല ഒരു ഗവൺമെൻറ് കാഴ്ചവെക്കാനായിട്ട് അന്ന് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ചരിത്രത്തിൽ നോക്കിയാൽ ഈ കോalition ഗവൺമെൻറ്റ്സ് ഒക്കെ മോശമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ശ്രീ നരേന്ദ്രമോദിക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് ചോദ്യചിഹ്നം. അത് നരേന്ദ്രമോദിയുടെ കഴിവിനെ ആശ്രയിച്ചാണോ ഇരിക്കുക, അതല്ല ഈ ഘടകകക്ഷികളുടെ പിന്തുണയെ ആശ്രയിച്ചാണോ ഇരിക്കുക? അതായത് അവരെ എത്രത്തോളം വിശ്വസിക്കാൻ കൊള്ളും എന്നതിനെ ആശ്രയിച്ചാണോ ഇരിക്കുക?
ഇപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടികൾ അതിപ്പോൾ ഈ BJPക്കകത്ത് തന്നെയുള്ളവർ ഇദ്ദേഹം പറയുന്ന ഇനിയും പറയുന്നത് പോലെ പഴയതുപോലെ കേൾക്കണമെന്നില്ല. BJPയിലുള്ള നേതാക്കൾ പോലും ഈ പണ്ട് നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ കേൾക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇനിയും ഭരണമെന്ന് പറയുന്ന ഒരു നരേന്ദ്രമോദി ഭരണമായിരിക്കുകയില്ല. അപ്പോൾ അദ്ദേഹം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായെങ്കിൽ മാത്രമേ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അല്ലാതെ കുറേ പാർട്ടികളെല്ലാം കൂടെ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് നമ്മുടെ സുഹൃത്ത് ചർച്ചയിൽ പങ്കെടുത്ത സുഹൃത്ത് പറയുകയുണ്ടായി മറ്റ് പാർട്ടിക്കാരെയൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 300 സീറ്റൊക്കെ ആക്കാമെന്ന്. അതൊക്കെ മിഥ്യാധാരണയാണ്. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇനി കാശ് കൊടുത്ത് പാർട്ടികളെയൊക്കെ വരുത്തി നമുക്കൊരു മജോറിറ്റി ഉണ്ടാക്കാമെന്നുള്ളതൊക്കെ ഒരു മിഥ്യാധാരണയാണ്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നീട് ഈ ശ്രീ നരേന്ദ്രമോദിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അഹങ്കാരമൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ടും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാനിച്ച് അവരുമായിട്ട് കൺസൾട്ട് ചെയ്ത് ഒരു ജനാധിപത്യ രീതിയിൽ അദ്ദേഹത്തിന് ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ ഈ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയും. അല്ലാതെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു ഗുജറാത്തി പഴയ ഹോം മിനിസ്റ്ററും ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് എന്തും ഈ രാജ്യത്ത് നടപ്പാക്കാം എന്നുള്ള ഒരു മിഥ്യാധാരണയുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതായിരിക്കുന്നു. അദ്ദേഹം അത് തിരുത്തേണ്ടി വരും. ഡോക്ടർ ഫസൽ ഗഫൂർ, എനിക്ക് തോന്നുന്നു ഈ സർക്കാരിന്റെ ആയുസ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആരായിരുന്നു നിതീഷ് കുമാർ, ആരായിരുന്നു ചന്ദ്രബാബു നായിഡു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടി ഇരിക്കുന്നു എന്ന്. കാരണം 96-98 കേന്ദ്രത്തിലെ കൂട്ടുകക്ഷി സർക്കാരിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നല്ലോ ചന്ദ്രബാബു നായിഡു. അദ്ദേഹം വലിയ മോദി വിമർശകനായിരുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് മോദിയെ അദ്ദേഹം വിളിച്ചത് എല്ലാം വിഴുങ്ങുന്ന അനക്കൊണ്ട എന്നാണ്. ഇന്നിപ്പോൾ ചന്ദ്രബാബു നായിഡു നരേന്ദ്രമോദിയുടെ സുഹൃത്താണ്. NDAയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് TDP. ഇപ്പുറത്ത് നിതീഷ് കുമാർ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ ഇന്ത്യ കൂട്ടായ്മ BJPക്കെതിരായിട്ടുള്ള സഖ്യ സാധ്യതകളുടെ മുൻപന്തിയിൽ നിന്ന് ചുക്കാൻ പിടിച്ചയാളാണ്. പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ, അതായത് ഒരു മോദി തരംഗമുണ്ട് എന്ന ഒക്കെയുള്ള ധാരണകൾ പറഞ്ഞിരുന്ന ഒരു സമയത്താണ് നിതീഷ് കുമാർ മറുകണ്ഠം ചാടുന്നത്. ഈ നിതീഷിനെയും ഈ ചന്ദ്രബാബു നായിഡുവിനെയും വിശ്വസിച്ച് ഈ മോദി സർക്കാരിന് എത്ര മുന്നോട്ട് പോകാൻ കഴിയും? ഇന്ത്യ മുന്നണി ഇപ്പോഴും സർക്കാർ രൂപീകരണത്തിൻ്റെ സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും എന്നവർ മുന്നിൽ കാണുന്നുണ്ട്. താങ്കൾ എങ്ങനെ വിലയിരുത്തും? നമ്മളെങ്ങനെ വിലയിരുത്തുന്ന വെച്ചാൽ മനുഷ്യന് ഈഗോ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഈ നരേന്ദ്രമോദിക്ക് എത്ര വലിയ ഈഗോ ഉണ്ടോ അത്ര തന്നെ വലിയ ഈഗോ ഉണ്ട് ചന്ദ്രബാബു നായിഡുവിന്. കാരണം ഞാൻ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞുതരാം. 30ാമത്തെ വയസ്സിൽ അദ്ദേഹം മന്ത്രിയാണ് അവിടെ ഒറ്റക്ക് കോൺഗ്രസ് മന്ത്രിയാണ്. അന്ന് അഞ്ചയ്യ മന്ത്രിസഭയിലും ഭവനം വെങ്കട്ടറാം റെഡ്ഡി മന്ത്രിസഭയിൽ നിന്നുള്ള കാലത്താണ് NTRന്റെ മകളെ കല്യാണം കഴിക്കുന്നത്. എന്നിട്ട് കുറേ കാലത്തിന് ശേഷം അദ്ദേഹം NTRനെ തന്നെ പുറത്താക്കിക്കൊണ്ട് TDPയിൽ വന്നു. അദ്ദേഹം NDAയുടെ കൺവീനറായി. പുതിയതായിട്ട് വന്ന നമ്മുടെ മന്ത്രിസഭയിൽ എന്ന് വെച്ചാൽ പുതിയ തെലങ്കാന കഴിച്ചു പോയപ്പോൾ അതിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി. അങ്ങനെ പ്രഗത്ഭനായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചാണക്യനാണ് ഇദ്ദേഹം. അപ്പോൾ രണ്ടാമത്തെ ആളെ പറ്റി പറയാം. രണ്ടാമത്തെ ആൾ ഒരു രസികനാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം സ്റ്റുഡൻറ് പൊളിറ്റിക്സിൽ എമർജൻസി കാലത്ത് ജയിലിൽ പോയ വ്യക്തിയാണ്. ലാലുവാണ് ചെയർമാൻ അന്ന്, ഇയാൾ ട്രഷററാണ് അന്ന് ഈ മൂവ്മെൻറ്റിൻ്റെ എമർജൻസിക്കെതിരായിട്ടുള്ള. പിന്നീട് ഈ വ്യക്തി മുഖ്യമന്ത്രിയായി കഴിഞ്ഞിട്ട് അദ്ദേഹം പിളർന്ന് പാർട്ടി ഉണ്ടാക്കുന്നു. അത് എക്സ്ട്രീംലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൻ്റെ ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. എത്ര മറിച്ചിൽ ഇയാൾ മറിഞ്ഞാൽ ഇയാൾ മറിയുമ്പോൾ ഒറ്റ MLA പോലും അയാളെ വിട്ടുപോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ വോട്ടും കുറയുന്നില്ല. അദ്ദേഹത്തിന് ഏകദേശം 17-20% വോട്ടുണ്ട് ബീഹാറിൽ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി, പിന്നെ ഇവർക്ക് എല്ലാ കാര്യത്തിലും രണ്ടുപേർക്കും വളരെ വ്യക്തമായിട്ടുള്ള അഭിപ്രായമുള്ള ആൾക്കാരാണ് ഇവരെ പൊളിറ്റിക്സ് വിട്ടിട്ട് തന്നെ. അപ്പം നമുക്ക് നോക്കാം, UCC വിഷയത്തിൽ ഇവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവർക്ക് ഇതുണ്ടല്ലോ നമ്മുടെ മോണുമെൻറ്റ്സ് പ്രിസർവേഷൻ ഓഫ് റിലീജിയസ് മോണുമെൻറ്റ്സ് ആക്ട്, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മുസ്ലിം സംവരണം ഇവർ രണ്ടുപേരും നടപ്പാക്കിയിട്ടുള്ളവരാണ്. അപ്പോൾ അതെങ്ങനെ എടുത്തു കളയാൻ പറ്റും? UCCയിൽ ഈ നമ്മുടെ നിതീഷ് പറഞ്ഞിരിക്കുന്നത് ഒരു ചർച്ച ആവട്ടെ എന്നിട്ട് മതി നമുക്ക് തീരുമാനിക്കാമെന്നാണ്. അഗ്നിവീർ പദ്ധതി അല്ലെങ്കിൽ ഇതിന് അതിശക്തമായി എതിർക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് ഞാനത് കൂടുതൽ ചർച്ച അങ്ങോട്ടും അഗ്നിവീർ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ പക്ഷേ രണ്ടുപേർ അഗ്നിപത്ത് എന്നും വിളിക്കുന്നുണ്ട്. അതിൻ്റെ അഗ്നിവീറുകളാണ് അതിലെ യോദ്ധാക്കൾ എന്ന്. അപ്പോൾ അത് അഗ്നിപത്ത്. അപ്പോൾ ആ നിലക്ക് ഇവരായിട്ട് ഒരുപാട് കാര്യങ്ങൾ
അതിൽ പിന്നെ ഒരു കാര്യമുണ്ട്, ഇവർ വലിയ ഏക്കാലത്തും ന്യൂനപക്ഷങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിന്ന് അടുത്ത് നിൽക്കുന്ന വ്യക്തികളാണ്. നിതീഷ് കുമാർ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിന് അയാളും എതിരാണ്, തെലുഗുദേശത്തിനെതിരെ ഒരു ഒറ്റ നായിഡു എതിരാണ്. തെലുഗുദേശത്തിൻ്റെ മുഖ്യ സ്ലോഗൻ ഞാൻ പറഞ്ഞുതരാം, దిగిరండి దిగిరండి దేశభక్తులు ദില്ലിയിൽ അമ്മകാർ പാദഭക്തരും. അതന്ന് തെലുഗുദേശത്തിൻ്റെ ആത്മാഭിമാനം. അതുകൊണ്ടാണ് അവർ വന്നിട്ട് കംപ്ലീറ്റ് ഹിന്ദിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ മുഴുവനും തെലുഗു ഭാഷയിലാക്കി സെക്രട്ടേറിയറ്റിലും അസംബ്ലിയിലും ഒക്കെ അതിൻ്റെ ബോർഡുകൾ കയറി അതിനെ DMKയും ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് പാർട്ടികൾ മനസ്സിലായില്ല, അവരുടെ സ്ഥലത്ത് സുശക്തമായിട്ട് നിൽക്കുന്നു. അങ്ങനെ അവർ നിൽക്കുമ്പോൾ അല്ല അതിന് പകരം ഞങ്ങൾ ആൾക്കാരെ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അതിന് സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ അർത്ഥം ഉടനെ തന്നെ ഇവർ ഇറങ്ങിപ്പോകുന്നില്ല. ഇവർ പറയുന്ന വിട്ടിട്ട് ഇവർ ഒരു ഇഞ്ച് പോലും അനങ്ങാൻ സമ്മതിക്കില്ല. കാരണം ഇവരെ തൊടാൻ പറ്റൂല. കാരണം ഭയങ്കര ഭൂരിപക്ഷമാണ് 5 കാലത്തേക്ക് TDPക്ക്. പിന്നെ ഞാൻ പറയാം, 2 പേരും കൂടെ ഒരു ഫ്ലൈറ്റിലാണല്ലോ വന്നത്, നമ്മുടെ തേജസ്വിയും നിതീഷ് കുമാറും. ഇപ്പോഴും ഒന്നും തേജസ്വി ഒന്നും പറയുന്നില്ലല്ലോ. അപ്പം എന്താ അതെ, അപ്പം എന്താ തമാശ ആയിരുന്നറിയോ? അപ്പം എപ്പോൾ വേണമെച്ചാലും യു ആർ വെൽക്കം ബാക്ക് എന്നാണ് നിതീഷിനോട് തേജസ്വി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇവരെന്തെങ്കിലും കാണിച്ചാൽ അവരങ്ങോട്ട് തിരിച്ചു പോവും, ഒരു ചുക്കോട് സംഭവിക്കില്ല. ഭാരതീയ ജനതാ പാർട്ടി അവിടെ ഇവർ രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇല്ലാതാവും. അപ്പോൾ ആ നിലക്ക് നമ്മൾ നോക്കുമ്പോൾ പിന്നെ വേറെ കാര്യം കൂടെ ഞാൻ ഡോക്ടർ ഫസൽ ഗഫൂർ, ഞാൻ ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ് ഡോക്ടർ. ഒരു അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു ഇടവേള ആയതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ താങ്കളിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇടവേള. ഡോക്ടർ ഫസൽ ഗഫൂർ, താങ്കളുടെ ഭാഗം പറയാം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 3 പാർട്ടികൾ, അതായത് മമത, ഇവർ DMK ആൻഡ് സമാജ്വാദി പാർട്ടി, അവിടെ ഒന്നും ആരും കൂറുമാറില്ല. കാരണം വെച്ചാൽ അവിടെയൊക്കെ അവർ വളരെ കുറച്ച പേരുകളുള്ള പാർട്ടികളാണ്, വലിയ ശക്തിയുള്ള പാർട്ടികളാണ്. അതുകൊണ്ട് അവിടെ നിന്ന് കൂറുമാറാൻ സാധ്യതയില്ല. കോൺഗ്രസിന് ഇനി ആരും കൂറുമാറിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു കാര്യം പറയാം, ഹിമാചലിൽ കൂറുമാറ്റിയിട്ട് ഇലക്ഷൻ നിർത്തിയവരൊക്കെ തോറ്റു. അത് നിങ്ങൾ അറിഞ്ഞെന്ന് പറഞ്ഞൂടാ. മനസ്സിലാക്കിയത് 6 പേരിൽ 4 പേര് ജയിച്ചെന്നാണ് BJP കൂറുമാറ്റിയിട്ട്. അപ്പോൾ ആ ഒരു കൂറുമാറ്റാതെ ഓപ്പറേഷൻ താമര എന്നാണ് അതിന് ഇട്ടിട്ടുള്ള പേര്. ഓപ്പറേഷൻ താമരയൊക്കെ വലിയ ശക്തി നമുക്ക് ഉണ്ടാകുമ്പോൾ നടപ്പാവും, അല്ലാതെ നേരത്തെ നടപ്പാവില്ല, റിസ്ക് എടുക്കേണ്ടി വരും എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം പറയാം, എത്ര നേരം നമ്മൾ ധ്രുവീകരണ രാഷ്ട്രീയം വിജയിക്കും? എങ്ങനെ അയോധ്യയിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അയോധ്യയിൽ എങ്ങനെ മറ്റേ അവതേശ്വർ പ്രസാദ് ഒരു ദളിത്താണ്, അദ്ദേഹം എങ്ങനെ അവതേശ്വർ പ്രസാദ് എങ്ങനെ ജയിച്ചു അവിടെ? അതൊരു ചോദ്യമുണ്ട്. അദ്ദേഹം ദളിത്താണ്. അതിൻ്റെ അർത്ഥം പ്രശ്നമായാലും കൃഷ്ണ പ്രശ്നമായാലും അതൊക്കെ ഒരു സമയം വരെ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അത് നിൽക്കും. മാത്രമല്ല ഇത്തവണ വലിയൊരു തന്ത്രം എടുത്തിട്ടുണ്ട് മറ്റേ പ്രതിപക്ഷം. അവർ മുസ്ലിം MLA MP നിർത്തിയതിൻ്റെ എണ്ണം വളരെ കുറച്ചു. ഞാനത് ചാനലിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അത് വളരെ നന്നായി, അതൊരു ബുദ്ധിപൂർവ്വമായിട്ടുള്ളൊരു തന്ത്രമാണ് എന്നുള്ള ആൾക്കാർ ആ തന്ത്രം അവിടെ വിജയിച്ചു എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു കൂട്ടായ്മ അപ്പുറത്തുണ്ടാകുമ്പോൾ അത് കൂറുമാറി ഞാൻ പറയുന്നൊന്നുമില്ല, BJP ഗവൺമെൻറ് മറിച്ചിട്ട് 5 കൊല്ലമൊന്നും അവർ നിൽക്കില്ല എന്നുള്ള, അവർ നിൽക്കാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് മുഖ്യമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശൈലി ഉണ്ടല്ലോ, ഒരു ഏകാധിപത്യ ശൈലിയിലുള്ള ശൈലി, അത് മാത്രമല്ല ധ്രുവീകരണ രാഷ്ട്രീയത്തിൻ്റെ ശൈലി ഒഴിവാക്കിയിട്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ ശൈലി, ഞാൻ വേറെ കോയിലേഷൻ നടത്തിയിട്ടുള്ള മൻമോഹൻ സിംഗും അങ്ങനല്ല, ഞാൻ അവരായതുകൊണ്ട് പറയുന്നത്, ഒരു അടൽ ബിഹാരി വാജ്പേയി ശൈലിയിലാണെങ്കിൽ ഇത് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകില്ല. കാരണം ഇതിനെ മറിച്ചിടാനായിട്ടുള്ള ഉള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതാണ്. അതായത് നരേന്ദ്രമോദിയുടെ ഇതുവരെയുള്ള ശൈലിയിൽ, അല്ലെങ്കിൽ മോദി അമിത്ഷാ ഭരണ ശൈലിയിൽ ഇതേപോലെ തുടർന്നു പോകാൻ കഴിയുമോ എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു 2014 നിന്നും BJP 2019 പാർട്ടി വളർന്നു, വോട്ട് വിഹിതം ഉയർന്നു, നരേന്ദ്രമോദിയുടെ ജനപ്രിയത ഉയർന്നു. പിന്നീട് ഈ 2023 തെരഞ്ഞെടുപ്പിലേക്ക് കടന്നപ്പോൾ പ്രധാനമായി പറഞ്ഞത് മോദി ഗ്യാരണ്ടി, നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെയും അതിജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷെ അത് പാടെ തെറ്റി. താങ്കൾ പറഞ്ഞതുപോലെ ചെറിയൊരു പിന്നാക്കം പോക്കല്ല. BJPക്ക് 2014 ഉണ്ടായിരുന്നത് 282 സീറ്റാണെങ്കിൽ 2019 303ആയി, 2024 വരുമ്പോൾ അത് 240ആയി. അതായത് 2014 ഉണ്ടായിരുന്നതിനേക്കാൾ പിന്നാക്കം പോയി. ഇനി നരേന്ദ്രമോദിയുടെ ജനപ്രിയത അളക്കാൻ അദ്ദേഹം തന്നെ മത്സരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ വാരണാസിയിലെ വോട്ട് കണക്കുകൾ എടുത്താൽ 2014 3.72 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം, 2019 4.79 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം, 2024 1.52 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് അത് ഇടിഞ്ഞു പോകുന്നു. 13 കേന്ദ്രമന്ത്രിമാർ തോറ്റുപോകുന്നു. പ്രധാനപ്പെട്ട ഇടങ്ങളിൽ, ഉത്തർപ്രദേശ് പോലെയുള്ള ഇടങ്ങളിൽ, രാമക്ഷേത്രം പണിത അയോധ്യ നിൽക്കുന്ന ഫൈസാബാദിൽ
പരാജയം നേരിടേണ്ടി വരുന്നു. അപ്പോൾ മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് നടത്തിയ നീക്കങ്ങൾ പാടെ തകർന്നു പോയിരിക്കുന്നു എന്ന് വെറുതെ പറയുകയല്ല, കണക്കുകൾ വെച്ച് സ്ഥാപിക്കപ്പെടുകയാണ്. പിന്നെ BJP കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ എന്താണ്? അനന്ത്കുമാർ ഹെഗ്ഡെ എന്ന BJP MP പറഞ്ഞത് ഭരണഘടനയിൽ മാറ്റം വരുത്തണമെങ്കിൽ 400-ലധികം സീറ്റുകൾ വേണം. പിന്നെ ഏക സിവിൽ കോഡ്, അതിന് പിന്നാലെ BJP നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന അജണ്ടയിലെ മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ ഇനി നടപ്പാക്കാൻ പറ്റാത്ത സാഹചര്യമല്ലേ? അപ്പോൾ വ്യക്തിപ്രഭാവമാണ് അളക്കുന്നതെങ്കിൽ അതിൻ്റെ വോട്ട് വിഹിതം നോക്കുമ്പോൾ പിന്നാക്കം പോയ നരേന്ദ്രമോദി, വോട്ട് ഷെയറാണ് അളക്കുന്നതെങ്കിൽ അതിൻ്റെ കണക്കിൽ പിന്നാക്കം പോയ BJP, ഇനി ഘടകകക്ഷികളുടെ പിന്തുണയിൽ മാത്രം ഭരിക്കാൻ പറ്റുന്ന സാഹചര്യം. അവിടെ താങ്കൾ പറയുന്നു മാധ്യമങ്ങളോ രാഷ്ട്രീയ നിരീക്ഷകരോ നരേന്ദ്രമോദിയെ മനസ്സിലാക്കിയിട്ടില്ല എന്ന്. ഈ ശൈലിയിൽ ഇനി എങ്ങനെ തുടർന്നു പോകാൻ പറ്റും? ഗോപീഷണൻ്റെ നീണ്ട ചോദ്യങ്ങളും ധാരാളം ഉത്തരം തരേണ്ട, തിരുത്തപ്പെടേണ്ട ധാരണകളുമുണ്ട്. പിന്നെ സ്വാഭാവികമായും എന്നെ എതിർക്കുന്ന 3 പേര് പാർട്ടി അല്ലെങ്കിൽ പോലും രാഷ്ട്രീയക്കാരെക്കാൾ ശക്തമായി എതിർക്കുന്ന നിഷ്പക്ഷ നിരീക്ഷകരും ധാരാളമുണ്ട്. അപ്പോൾ എനിക്ക് സമയം വേണ്ട, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ക്ലാരിഫിക്കേഷൻ അങ്ങ് ചോദിച്ചാൽ മതി. ഞാൻ ഗോപികൃഷ്ണൻ്റെ, കാരണം അവതാരകൻ്റെ കാര്യങ്ങൾ തന്നെ കൃത്യമായിട്ട് പറയണമല്ലോ. താങ്കൾ പറയുന്ന കണക്കുകൾ, താങ്കളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞ കണക്കുകൾ ഒരു ഭാഗം മാത്രമാണ്. ഞാൻ മറ്റൊരു കണക്ക് പറഞ്ഞു തരാം. നരേന്ദ്രമോദി സർക്കാർ 10 വർഷത്തിൽ ഭരിച്ചിട്ട് ഇറങ്ങും, അല്ലെങ്കിൽ 10ാമത്തെ വർഷം, അല്ലെങ്കിൽ അടുത്ത ഈ 3ാമത്തെ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ആ കണക്കുകൾ കമ്പയർ ചെയ്യേണ്ടത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 10 വർഷം ഭരിച്ച സർക്കാരുകളുമായിട്ടാണ്. ശ്രീ രാഹുൽ ഗാന്ധി 10 വർഷം ഭരിച്ചിട്ട് 53% അദ്ദേഹത്തിന് താഴേക്ക് പോകേണ്ടി വന്നത്. മൻമോഹൻ സിംഗ് അത് 10 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ 79% അദ്ദേഹത്തിന് നഷ്ടം വന്നിരുന്നു MP-മാരുടെ എണ്ണത്തിൽ. BJPക്ക് 21% നഷ്ടം വന്നത്. അപ്പോൾ 2 പേരെക്കാൾ കുറവായിരുന്നു. വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലോ വോട്ട് ലോസ് ആഫർ ദ 10 years രാജീവ് ഗാന്ധിക്ക് 7.33%, മൻമോഹൻ സിംഗിന് 9.24%, BJPക്ക് 0.08%. 0.08% ആണ് BJPക്ക് നഷ്ടം വന്നിട്ടുള്ളത്. അപ്പോൾ BJPയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒരു ആഹ്വാനം പൂർണ്ണമായി ജനം തള്ളിക്കളഞ്ഞപ്പോൾ ഇതും കണക്കാക്കേണ്ട, വോട്ട് പെർസെൻറ്റേജ് നോക്കണമല്ലോ. വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ വോട്ട് മാത്രം കണക്കാക്കരുത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവിടെ എന്റെ ഒരു എതിർ ചോദ്യം എന്താണെന്ന് അറിയാമോ ശ്രീ ശിവശങ്കർ? ചോദ്യം വേണമല്ലോ. ഇതിനു മുൻപ് 10 വർഷം ഭരിച്ച സർക്കാരുകളുടെ ഈ സ്ട്രൈക്ക് റേറ്റ് ആണ് താങ്കൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ, ഇത്ര ഒരു സമഗ്രാധിപത്യ സ്വഭാവത്തിൽ ഭരിച്ച സർക്കാരുകളായിരുന്നു അത്. പ്രതിപക്ഷത്തിന് ശബ്ദിക്കാൻ അവസരമില്ലാത്ത, മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഇടയില്ലെന്ന വിമർശനങ്ങൾ ഉയർന്ന, ഏകപക്ഷീയമായ നിലപാടുകളാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന, ഇപ്പോൾ ശ്രീ ഡോക്ടർ ഫസൽ ഗഫൂറിനെ പോലുള്ളവർ പറഞ്ഞ പാർലമെന്ററി സംസ്കാരം പോലും മാനിക്കപ്പെടാത്ത, സംഭാഷണങ്ങളോ സംവാദങ്ങളോ അനുവദിക്കപ്പെടാത്ത ഒരു ഭരണ സംവിധാനമായിരുന്നോ ഈ 10 വർഷത്തേത് എന്നൊരു ചോദ്യവുമുണ്ട്. അല്ല, എന്നിട്ടും ആൾക്കാർ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതല്ലേ ശക്തിയായി കാണേണ്ടത്. ഇത്രയേറെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടും ഇത്രയേറെ ഇത് കൊടുത്തിട്ടും നിങ്ങളെ പിന്തുണയ്ക്കുന്നില്ല, നിങ്ങളെ ഇഷ്ടമല്ല എന്നല്ല ഇപ്പോൾ കൂടുതൽ കാണിക്കുന്നത്. ഇത്രയേറെ അരഗൻസ് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞിട്ട് പോലും നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഗോപികൃഷ്ണൻ ഇറ്റ് സേസ് സോ ലോട്ട്. ഞാൻ പിന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ മറ്റേ പൊളിറ്റിക്കൽ ആരോപണങ്ങൾക്ക് കൊടുത്തത്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സമയം കട്ട് ചെയ്ത് കളയും. ഈ രാജു പറഞ്ഞു വന്ന് കോൺഗ്രസിൻ്റെ ഇത് ഞങ്ങൾ സംസ്കാരവും അതുപോലെ തന്നെ ഭരണപരിചയവും അതുപോലെ ജനാധിപത്യ മൂല്യങ്ങൾ അത് ഞങ്ങൾ കോൺഗ്രസിൻ്റേത് പഠിക്കണം. ആരുടെയെന്നാണ് പറയണേ? സോണിയാഗാന്ധിയുടേന്ന് ഞങ്ങൾ പഠിക്കണം. സ്വന്തം പാർട്ടിയുടെ പ്രസിഡന്റായി വന്നപ്പോൾ മുൻ പ്രസിഡന്റിനെ ശുചിമുറിയിൽ പൂട്ടിയിട്ടിട്ട് ജനാധിപത്യം ജനങ്ങളെ പഠിപ്പിക്കാൻ കയറി വന്ന ഒരു നേതാവാണ് ശ്രീ സോണിയാഗാന്ധി. ഞാൻ കൂടുതൽ പറയുന്നില്ല, കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ രാഹുൽ ഗാന്ധി പഠിക്കണം. ഞങ്ങൾ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് 2013 സെപ്റ്റംബർ 8 സെർച്ച് ചെയ്ത് നോക്കി, ഇപ്പം ഇല്ലാന്നൊന്നും പറഞ്ഞേക്കരുത്. ഒരു സ്വന്തം പാർട്ടിയുടെ ബില്ല് പരസ്യമായി ഒരു പ്രസ് കോൺഫറൻസിൽ വന്ന് കീറിക്കളഞ്ഞിട്ടാണ് ജനാധിപത്യത്തെക്കുറിച്ച് രാജു, അദ്ദേഹത്തിൻ്റെ പുറകെ 250 ദിവസമായിട്ട് നടക്കുകയും ചെയ്തു ഈ പാവൻ രാജു. എന്നിട്ട് വന്നിട്ട് ഞങ്ങളോട് പറയുകയാണ് ജനാധിപത്യം പഠിക്കേണ്ടത്, ഭരണഘടനയെക്കുറിച്ച് പഠിക്കേണ്ടത് രാഹുൽ ഗാന്ധിയുടെ എന്നാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് ചരിത്രം ഓർമ്മയിലാണ്ടല്ല, നല്ല ഓർമ്മയുണ്ട്, പക്ഷേ അദ്ദേഹം മറവി അഭിനയിക്കുകയാണ്. പിന്നെ ഇവിടെ മറ്റ് ചിലവർ, ഇപ്പം എനിക്ക് ധാരാളം പേരെ പരിചയമുണ്ട്. വർഷാവർഷം നിരന്തരം പ്രൈം മിനിസ്റ്ററിനൊപ്പം വിദേശയാത്രയ്ക്ക് പോയി ധാരാളം രാജ്യങ്ങൾ ചുറ്റിക്കണ്ട ഒരുപാട് പത്രപ്രവർത്തകർ, സീനിയറായിട്ടുള്ള ആൾക്കാരെ എനിക്ക് നല്ല പരിചയമുണ്ട്. അവരൊക്കെ വളരെ നല്ല ആൾക്കാരുമാണ്. പക്ഷെ ചിലവർക്കൊക്കെ ഈ കഴിഞ്ഞ 10 വർഷമായി യാത്ര ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട്. അതെല്ലാം ആ ദേഷ്യം നരേന്ദ്രമോദിക്കെതിരെ തീർക്കുക എന്നുള്ളത്
ചിലവർക്ക് അവരുടെ സ്വഭാവം അനുസരിച്ചാവാം. പക്ഷേ അതൊക്കെ ശരിയാണോ? അമിത്ഷായും നരേന്ദ്രമോദിയും കൂടി നടത്തുന്ന കുൽസിത ശ്രമം, അവരെ തിരഞ്ഞെടുത്തിട്ടല്ലേ അവർ വന്ന് പ്രവർത്തിക്കുന്നത്, അവരെ BJPയും പിന്തുണച്ചിട്ടല്ലേ അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിശിതമായി രാഷ്ട്രീയമായി അതിനെ എക്കണോമിക്കൽ ഡിഫൻസ് ഉണ്ടെങ്കിൽ അത് പറയണം. ഇപ്പം രാജു പറയണത് കേട്ടിരുന്നു, എക്കണോമി ഹാസ് ബീൻ ടോട്ടലി, ഇന്ത്യയുടെ എക്കണോമി തകർന്നു പോയി എന്ന്. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം ചൂണ്ടിക്കാണിക്കട്ടെ. RBI കഴിഞ്ഞ വർഷം കൊടുത്തത് എത്രയാണ് ഡിവിഡൻഡ് കൊടുത്തത്? 21 ലക്ഷം കോടി രൂപയല്ലേ ഡിവിഡൻഡ് കൊടുത്തത്. അതിന് മുൻപ് 87,000 കോടി കൊടുത്തു, അതിന് മുമ്പ് 30,000 കൊടുത്തു. ഏത് വർഷമാണ് നരസിംഹറാവുവിൻ്റെ കീഴിൽ 25,000-ത്തിന് കൂടുതൽ RBI ഡിവിഡൻഡ് കൊടുത്തത്? ഞാൻ ബാക്കിയുള്ള ഒരുപാട് ഇപ്പം ഷെയർ മാർക്കറ്റും ഒക്കെ പറയും, ഇത് RBIയുടെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ എക്കണോമിക്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ തകർത്തു കളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയുടെ വളർച്ച അത് GDP ആയാലും മറ്റുള്ള ടാക്സ് കളക്ഷൻ ആയാലും എല്ലാം ഇല്ലേ? ഇത് കേൾക്കണവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കും? നിങ്ങൾക്കൊരു സാമാന്യ യുക്തിയും സാമാന്യ മര്യാദയും ഇത് കേൾക്കുന്നവരോട് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ ഈ ചർച്ച ഡൈവേർട്ട് ചെയ്ത് പോയി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും വിശ്വസിക്കുക എന്നുള്ളതാണ്. അവരുന്നയിക്കുന്ന പ്രശ്നങ്ങളെ, അവരുടെ ഉപാധികളെ നിങ്ങൾ എങ്ങനെ നേരിടുമെന്ന് ആ ഭാഗത്തേക്ക് താങ്കൾ വന്നതേ ഇല്ല. പിന്നെ രാഹുലുമായിട്ടുള്ള കമ്പാരിസൺ ഒക്കെ പറഞ്ഞാൽ രാഹുലിൽ നേടിയിട്ടുള്ള ലീഡും ഒക്കെ നമുക്ക് പറയേണ്ടി വരും. പിന്നെ കിഷോരി ലാൽ സ്മൃതി ഇറാനിയെ തോൽപ്പിച്ചപ്പോൾ പറഞ്ഞ ലീഡും ഒക്കെ നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് വരും. അതൊന്നും അല്ല വിഷയം എന്നുള്ളത് കൊണ്ട്. തോറ്റതും പറയേണ്ടി വരും. അല്ല പറയാം. ഈ ഗാന്ധി കുടുംബത്തിന്റെ കുശിനിക്കാരൻ എന്ന് പറഞ്ഞ് നിങ്ങൾ കളിയാക്കിയ കിഷോരി ലാലിന് നരേന്ദ്രമോദിക്ക് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷമുണ്ട് ഈ ജനാധിപത്യ സംവിധാനത്തിൽ. അല്ല, അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ 10 ലക്ഷം വോട്ട് കിട്ടിയ വേറെ ആൾക്കാരും ഉണ്ടല്ലോ. അത് കാണും. പക്ഷെ അവരങ്ങനെയല്ലല്ലോ പെരുമാറിയിട്ടുള്ളത്. മറ്റാർക്കാൾ അപ്പൊ അവരാണ് പ്രധാനമന്ത്രിയാക്കണ്ടേ? അങ്ങനെയാണോ ഞാൻ പറഞ്ഞതിന്റെ സെൻസ്? അല്ല, അങ്ങനെയാണോ ഞാൻ പറഞ്ഞതിന്റെ സെൻസ്? നിങ്ങൾ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പ്രചരിപ്പിച്ച കാര്യങ്ങൾ, കിഷോരി ലാലിന് ജനാധിപത്യ സംവിധാനത്തിൽ ആ മര്യാദ ലംഘിക്കപ്പെട്ടതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ള മറുപടി ജനങ്ങൾ വോട്ടിലൂടെ കൊടുത്തു എന്നാ പറഞ്ഞത്. മര്യാദ പലയിടത്തും ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അല്ല, ഉണ്ടാകാം. ഞാൻ പറഞ്ഞത് താങ്കൾ ഈ കമ്പാരിസൺ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ കമ്പാരിസൺ ഇങ്ങോട്ടേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത്, ഏറ്റവും പുതിയ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക്. ഞാനും പുതിയ സ്റ്റാറ്റിസ്റ്റിക്സ് വരാം. നിങ്ങൾ പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപികൃഷ്ണൻ നിശബ്ദനാവുമായിരുന്നു മറ്റുള്ളവർ പറയുമ്പോൾ, എന്നോട് മാത്രമേ ചോദ്യം. അത് സ്വാഭാവികമായിട്ടും സ്വാഭാവികമല്ലേ? അത് ഈ സന്ദർഭത്തിൽ താങ്കളോടാണല്ലോ എനിക്ക് കൂടുതൽ ചോദ്യങ്ങളുള്ളത്. അല്ല, മറ്റുള്ള എല്ലാവർക്കും നിശബ്ദമായി ഇരുന്ന് കൊടുത്തു. എല്ലാവരും പറയുന്ന കാര്യം ശരിയാണ്. അത് ജനങ്ങൾ നിശ്ചയിക്കട്ടെ, ജനങ്ങൾ കേൾക്കട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ഏതായാലും കേരളത്തിലെ പത്രപ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് സ്വതന്ത്ര നിരീക്ഷകർക്കും, പ്രത്യേകിച്ച് ഡോക്ടർ ഫസൽ ഗഫൂറിനും, ഇപ്പം നിതീഷും ചന്ദ്രബാബു നായിഡുമാണ് പിണറായി വിജയനൊക്കെ വലിയ നേതാവ്. എന്തൊരു ആവേശമാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞവരെ. ഞാനൊന്നും കണ്ടിട്ടില്ല ഡോക്ടർ ഫസൽ ഗഫൂർ ഈ 2 പേരുകൾ പറഞ്ഞാൽ കാത്തിരുന്നിട്ടുണ്ട്. അദ്ദേഹം വളരെ ശക്തമായിട്ട്, അദ്ദേഹം ബീഹാറിലാണ് പഠിച്ചത്, എനിക്ക് ചരിത്രമൊക്കെ നന്നായിട്ട് അറിയാം. അദ്ദേഹം ബീഹാർ രാഷ്ട്രീയം വ്യക്തമായിട്ട് പറയും. പക്ഷേ നിതീഷ് കുമാറിനെ കുറിച്ച് ഇത്രയൊന്നും പൊക്കി പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല ഈ പാവം ഫസൽ ഗഫൂർ അവിടെ നിന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ വിജയിച്ചു കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെ തകർക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പിന്തിരിഞ്ഞ് ഓടിപ്പിക്കാൻ പറ്റുന്ന വലിയ ശക്തിയുള്ള നേതാവായി നിതീഷ് കുമാറായി മാറിയിരിക്കുന്നു. ഇത്രയും നാൾ അദ്ദേഹം പറഞ്ഞു ലല്ലു പ്രസാദാവാണ് ബീഹാറിലെ ഏറ്റവും വലിയ നേതാവ് എന്നാണ് കഴിഞ്ഞ 4-ാം തീയതി വരെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനതുകൊണ്ട് എതിർക്കുന്നില്ല. അദ്ദേഹത്തിന് പെട്ടെന്ന് ഇഷ്ടമൊക്കെ മാറി വരാം. TDP നല്ല പാർട്ടിയാണ്, നന്നായിക്കോട്ടെ. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ 2 പാർട്ടികളും BJPയുമായി ഐക്യപ്പെട്ട് പ്രവർത്തിച്ചിട്ട് പോലും അവർക്ക് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് പെർസെൻറ്റേജ് യാതൊരു കുറവും വന്നില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് TDP ഒക്കെ വളരെ കാര്യമായിട്ട് മുന്നേറിയിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ുള്ള അയിത്തം മുസ്ലിം ജനസമുദായത്തിന് മാറിയിരിക്കുന്നു എന്നല്ലേ മറ്റു രീതിയിൽ. കാരണം TDPയുമായി ചേർന്നുകൊണ്ട് BJP അവിടെ മത്സരിച്ചിട്ടും അവിടെ മുസ്ലിം ജനസമുദായത്തിൻ്റെ വോട്ട് ശക്തമായി TDP കിട്ടി. അതുപോലെ തന്നെ നിതീഷിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുസ്ലിം സമുദായത്തെ കാണിച്ചുകൊണ്ട് BJPയുമായി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂനപക്ഷ വോട്ട് പൂർണ്ണമായി നഷ്ടപ്പെടും എന്നുള്ള ഒരാരോപണവും ഇനി നിലനിൽക്കില്ല. അതിൻ്റെ തെളിവ് കൂടിയാണ് ഈ 2 പേരും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലെ തന്നെയാണ് ഒറീസയുടെ ചരിത്രമൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നില്ല. പിന്നെ അവസാനം പറഞ്ഞത് അയോധ്യയുടെ ചരിത്രമാണ്. എനിക്ക് വളരെ സന്തോഷമായി. കാരണം അയോധ്യയിൽ ജയിച്ചത് ഒരു ദളിതനാണ് എന്ന് പറയുന്നു. അവിടെയും നിങ്ങൾ ജാതി രാഷ്ട്രീയമാണ് നിങ്ങൾ കാണിക്കുന്നത്. ഒരു സംശയവുമില്ല. അപ്പം മധുരയിൽ ജയിച്ചതോ അങ്ങനെ അതും പറയണ്ടേ? അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും ചില ജയപരാജയങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് അയോധ്യയിൽ ഒരു കല്ലിട്ടത് ഒരു ദളിതനാണ്, ആദിവാസിയാണ് കല്ലിട്ടത്, സോറി. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെ രാഷ്ട്രീയമായി ജയിച്ചിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, UPയിൽ ജയിച്ചാൽ മാത്രമേ
രാജ്യം ഭരിക്കുകയുള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ പണ്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ അടുത്ത് വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതും മാറിയിരിക്കുന്നു. നിങ്ങളുടെ മംഗല്യ സൂത്രം എടുത്തിട്ട് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു പറഞ്ഞത് ഏത് രാഷ്ട്രീയമാണ് ശ്രീ ശിവശങ്കർ? അല്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരുപാട് കഴിഞ്ഞാണ്. നിങ്ങൾക്കത് അത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലേക്ക് കടക്കാനുള്ള ഉദ്ദേശം ഞാൻ ശ്രമിക്കുന്നില്ല. ഏതായാലും പുതിയ ആരോപണങ്ങളുണ്ടല്ലോ, അയോധ്യയിൽ ജയിച്ചത് ഒരു ദളിതനാണ് എന്ന് പറഞ്ഞതിൽ താങ്കൾ ജാതി രാഷ്ട്രീയം കണ്ടെങ്കിൽ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ ഈ കാര്യങ്ങൾ എന്ത് രാഷ്ട്രീയമാണ്? അത് ഇവരല്ലേ പറഞ്ഞത്, കോൺഗ്രസിന് പറഞ്ഞതിന് മറുപടി അല്ലേ പറഞ്ഞത്. അയോധ്യയിലെ കൗൺസിലർ മുസ്ലിമാണ്. അയോധ്യ ക്ഷേത്രം നിൽക്കുന്നിടത്തെ കൗൺസിലർ മുസ്ലിമാണ്. അദ്ദേഹം കാവ്യം പുതച്ചാണ് നിൽക്കുന്നത്. അത് സഹോദരനായ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ്. ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇവിടെയാണ് നോക്കട്ടെ എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയക്കൂട് യു പിയിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയം അറിയാം. ഞങ്ങൾക്ക് ചില എതിർപ്പുണ്ടായിട്ടുണ്ട്. അവിടുത്തെ ഠാക്കൂർ വിഭാഗവും രാജ്പുത് വിഭാഗവും ഞങ്ങളായിട്ട് എതിർത്തിട്ടുണ്ട്. ഞങ്ങളെ മാറ്റി വോട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ കർഷക സമരവും ബാക്കി കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ഞങ്ങൾ പഠിക്കും, ഒരു സംശയവുമില്ല. കേരളത്തിലെ പോലെ ഏതായാലും ഒരു വോട്ടോ അല്ലെങ്കിൽ ഒരു സീറ്റല്ലല്ലോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പെർസെൻറ്റേജിൽ കാര്യമായിട്ട് കുറവ് വന്നിട്ടില്ല. പക്ഷേ വിജയ ശതമാനം എസ് പിയും കോൺഗ്രസുമായിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പഠിക്കും, അവിടെ തിരുത്തേണ്ടത് തിരുത്തും, മറ്റുള്ള സമവാക്യങ്ങൾ മാറ്റണമെങ്കിൽ മാറ്റും, ഒരു സംശയമില്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പാർട്ടിക്ക് അല്ല. പിന്നെ വോട്ടേ വേണ്ടല്ലോ, ഒരു തവണ ജയിച്ചാൽ ഇപ്പൊ 72 സീറ്റ് സ്ഥിരമായി കൊടുക്കുക എന്നുള്ള നയമല്ലല്ലോ. അതെല്ലാം മാറ്റിവെക്കുക. തിരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ ഉറപ്പായിട്ട് വരും. ഏതായാലും EVM-നെ നിങ്ങളെല്ലാവരും കൂടി രക്തസാക്ഷിയാക്കിയില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ EVM-ന് ഒരു പ്രശ്നമില്ല. ഇതുവരെ EVM അമിത്ഷാ രാവിലെയും വൈകുന്നേരം ഇരുന്ന് കണക്ക് കൂട്ടി കയറ്റി വിടുകയായിരുന്നാണല്ലോ. ഇപ്പോൾ ഈ ഫസൽ ഗഫൂറൊക്കെ ഏതാണ്ട് അതിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ മറ്റുള്ള പലരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. രാജുവൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ EVM തകർക്കുകയാണ്, EVM ഉള്ളിടത്തോളം കാലം, അതുകൊണ്ട് തിരിച്ച് മറ്റേ വോട്ടൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞവരുണ്ട്. എന്നാൽ EVM-ന് മോക്ഷം കിട്ടിയിരിക്കുന്നു. EVM വളരെ നല്ല യന്ത്രമായിരിക്കുന്നത് ഞാൻ വളരെ സന്തോഷം. ശ്രീ രാജു പി നായർ, അതായത് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ തേജസ്വി യാദവ് ഒരു സമയത്ത് പറഞ്ഞത് നിങ്ങൾ കാത്തിരുന്ന് കാണൂ, ഇന്ത്യ സഖ്യത്തിന് സർക്കാർ രൂപീകരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നാണ്. നേരത്തെ ഡോക്ടർ ഫസൽ ഗഫൂർ സംസാരമധ്യേ സൂചിപ്പിച്ചു ഒരേ വിമാനത്തിൽ യാത്ര ചെയ്ത നിതീഷ് കുമാറിനെയും തേജസ്വി യാദവിനെയും കുറിച്ച്. അപ്പോൾ നിതീഷും ചന്ദ്രബാബു നായിഡുവുമാണ് നരേന്ദ്രമോദിയുടെ മൂന്നാം മൂഴത്തിൽ ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്നത് എന്നത് കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിക്ക് സർക്കാർ രൂപീകരണത്തിന് സാഹചര്യമൊരുങ്ങുമെന്ന പ്രതീക്ഷ നൽകുന്നുണ്ടോ? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരുവനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഞാൻ എൻ്റെ ആദ്യത്തെ സെഗ്മെന്റിൽ നരേന്ദ്രമോദിയെ ജനാധിപത്യത്തിന്റെ സ്കൂളിലേക്ക് അയച്ചത് ഇന്ത്യൻ ജനത എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ജനത നരേന്ദ്രമോദിയെ ജനാധിപത്യത്തിന്റെ സ്കൂളിലേക്ക് അയച്ചു എന്നാണ്. ശിവശങ്കരൻ പക്ഷേ ആ ഒരുവനെ നനച്ചിരിക്കുക. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് തോന്നിപ്പോയി. കുഴപ്പമില്ല, ഇപ്പം നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും അധ്യാപകരായിട്ടുള്ള സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ രാഹുൽ ഗാന്ധിയാണെന്ന് അങ്ങ് ശിവശങ്കർ കൂട്ടിക്കോ, പ്രശ്നമില്ല. അതുകൊണ്ടാണല്ലോ സംഭവിച്ചത്. നിങ്ങൾ പപ്പു എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നവനല്ലേ. ഇപ്പം എന്തായാലും അത്യാവശ്യം പപ്പു ഒന്നും അല്ലാന്ന് ഇപ്പം വിളിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ, ആ നാക്ക് പൊങ്ങുന്നില്ലല്ലോ. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് അധികം കിടക്കുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ ആദ്യത്തില്ല ജാതി സെൻസസ് വേണമെങ്കിൽ ഞങ്ങൾ അതിനൊക്കെ എഗ്രി ചെയ്യുന്ന പറഞ്ഞത്. ശ്രീ ശിവശങ്കറിനും BJP-യുടെ പ്രതിനിധികളൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാഹുൽ ഗാന്ധി ജാതി സെൻസസിനെ കുറിച്ച് പറയുന്നത് എന്തിനോടാണ് ഉപമിച്ചിരുന്നത്? എന്താ പറയുന്നത്? ഏറ്റവും വലിയ വിദ്വേഷ പ്രസംഗമാണ്. ഈ രാജ്യത്തെ ജാതിയുടെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു, ജാതീയതയുടെ പേരിൽ വോട്ട് ചോദിക്കാൻ നോക്കുന്നു എന്നല്ലേ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും ഉളുപ്പുണ്ടോ ഞങ്ങൾ വേണമെങ്കിൽ ജാതി സെൻസസിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുമെന്ന് പറയാൻ? ഇവർക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ അധികാരത്തും കൂടി വരുമ്പോൾ ഇവർക്ക് ഒരു ഉളുപ്പുണ്ട്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു PDP ആയിട്ട് സഖ്യകക്ഷി ചേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. PDP സഖ്യകക്ഷി മാത്രമല്ല, അവിടെ സജ്ജാദ് ലോഡ് എന്ന് പറയുന്ന ഒരു MP ഉണ്ടായിരുന്നു. ആ സജ്ജാദ് ലോഡ് എന്ന് പറയുന്ന ആള് പേര് കേട്ടതെന്തിനാണെന്നറിയോ? ഇന്ത്യയുടെ ഭരണഘടനയിൽ കൈവച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ എൻ്റെ മനസ്സ് വേദനിക്കും എന്ന് പറഞ്ഞ ആളാണ് സജ്ജാദ് ലോഡ്. PDP-യുമായിട്ട് മുന്നണി ഉണ്ടാക്കി അവിടെ പോയി ഭരിക്കാൻ പോയപ്പോൾ ഈ സജ്ജാദ് ലോഡിനെ കൂടി മന്ത്രിയാക്കിയ പാർട്ടിയാണ് BJP. ചരിത്രമുണ്ട്. 40കളിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹിന്ദു മഹാസഭയും അന്നത്തെ മുസ്ലിം ലീഗ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, ജിന്നയുടെ മുസ്ലിം ലീഗ് ആയിട്ട് ചേർന്ന് സിന്ധിലും പഞ്ചാബിലും നോർത്ത് വെസ്റ്റ് ഫ്രണ്ടർ പ്രൊവിൻസിലും എല്ലാം ഭരിച്ച പാർട്ടി നിങ്ങളാണ്. മനസ്സിലായില്ല? അപ്പൊ നിങ്ങൾക്ക് അധികാരത്തിന് വേണ്ടി എന്തു വിട്ടുവീഴ്ചയും നിങ്ങൾക്ക് ചെയ്യാൻ യാതൊരു മടിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ ഇന്ന് വിചാരിക്കുന്ന രീതിയിൽ നടത്താനുള്ള കെൽപ്പ് നിങ്ങൾക്കില്ല. അതാണ് പ്രശ്നം. കാരണം നേരത്തെ ഉമ്മറപ്പടിയിലിരുന്ന് കാലെടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ
വരാനായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. കാരണം എന്താ അറിയോ? നിങ്ങളുടെ കയ്യിൽ അധികാരത്തിന്റെ ദണ്ടുണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടോ ഗോപീഷ്? കേൾക്കുന്നുണ്ട്, പറയൂ. ഓക്കെ ഒരു ഡിസ്റ്റർബൻസ് അതിനിടയ്ക്ക് വന്നതുകൊണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ആ അധികാരത്തിന്റെ ദണ്ടുണ്ടായിരുന്നു. ആ അധികാരത്തിന്റെ ദണ്ട് മുഴുവൻ എടുത്തു കളഞ്ഞു ജനം. എന്നിട്ട് ഇന്ന് അവിടെ ഞാനതാ പറഞ്ഞത്, നിങ്ങൾക്ക് സംഭാഷണത്തിന്റെയും പുതിയ രാഷ്ട്രീയം നിങ്ങൾ പറഞ്ഞു തുടങ്ങി. അവിടെയാണ് പുതിയ രാഷ്ട്രീയം, സംഭാഷണത്തിന്റെ രാഷ്ട്രീയം നിങ്ങൾ പറഞ്ഞു തുടങ്ങി. പിന്നെ DMK ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലേ. കഴിഞ്ഞ 10 വർഷം നിങ്ങളുടെ അധികാരത്തിന്റെ സർവാധിക ഉത്തുംഗ ശൃംഖത്തിൽ ഇരുന്നപ്പോ പോലും 43 സീറ്റും 52 സീറ്റുമുള്ള കോൺഗ്രസിനെ വിട്ടുപോകാത്ത പാർട്ട്ണറാണ് DMKയും അതുപോലെ തന്നെ NCP ഒക്കെ ഉൾപ്പെടെ, അത് തേജസ്വി യാദവ് ഒക്കെ ഉൾപ്പെടെയുള്ളത്. അപ്പൊ നിങ്ങൾ അതൊക്കെ ആ മോഹമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെ ഈ പറഞ്ഞ രാഷ്ട്രീയം, ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതിനെ മുഴുവൻ അവർക്ക് തെറ്റായി പോയി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഗോപീഷ്ണൻ, ഞാൻ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്, ഇവർ വിചാരിച്ചത് ഈ രാജ്യം നരേന്ദ്രമോദിയിലേക്കും BJPയിലേക്കും എത്തിയത് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മാത്രം ഫലം കൊണ്ടാണെന്നാണ്. ഞാൻ പല ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ പോലൊരു രാജ്യത്ത് ഒരു ഭരണവിരുദ്ധ വികാരം രൂപപ്പെടണമെങ്കിൽ മിനിമം 10 വർഷം ഭരിക്കണം. അതിന് ഞാൻ 2004-ഉം 2009-ഉം കോട്ടിയിട്ടുണ്ട്. 2014-ഉം 2019-ഉം ഉണ്ടത് ആ ഭരണവിരുദ്ധ വികാരം രൂപപ്പെടുന്നതാണ്. ആദ്യത്തെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പദ്ധതികളുടെ ഫലം ലഭിക്കുമെന്ന് വിചാരിച്ചും അത് കണ്ടിന്യൂ ചെയ്യുമെന്ന് വിചാരിച്ച് 2019-ൽ വോട്ട് ചെയ്തു. പക്ഷെ 2024-ൽ എത്തിയപ്പോൾ അവർ മനസ്സിലാക്കി ഇതൊന്നും ഞങ്ങൾക്ക് ഗുണം ചെയ്യുന്നില്ല, അഗ്നിവീർ ഞങ്ങൾക്ക് ഗുണം ചെയ്യുന്നില്ല, എന്താ പറയാ ഗ്യാസിന്റെ ഇത് ഞങ്ങൾക്ക് ഗുണം ചെയ്യുന്നില്ല. ഞാൻ ഇപ്പോൾ നമ്മൾ ഈ ഒരു സർക്കാർ രൂപീകരണത്തിന്റെ പശ്ചാത്തലത്തിലാണല്ലോ ഈ ചർച്ച. അതാണ് ഞാൻ ചോദിച്ചത്. ഇന്ത്യ കൂട്ടായ്മയ്ക്ക് ഇപ്പോൾ ഈ നിതീഷും ചന്ദ്രബാബു നായിഡുവുമാണ് അപ്പുറത്ത് നിന്ന് ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്നത് എന്നത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് പ്രതീക്ഷ നൽകുന്നുണ്ടോ? ഞങ്ങൾക്കൊരു തിരക്കുമില്ല ഗോപീഷൻ, ഞങ്ങൾക്കൊരു പ്രതീക്ഷ വെക്കണേ, ഞങ്ങൾക്കൊരു തിരക്കുമില്ല. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഏകാധിപതി ഈ സ്കൂളിൽ പഠിച്ച് ജയിക്കാൻ പോകുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം. എൻ്റെ പൊളിറ്റിക്കൽ സയൻസ് അല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം, ജനാധിപത്യത്തിന്റെയും സോഷ്യലിസത്തിന്റെയും രാഷ്ട്രീയം പരിശീലിച്ചവരാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡു ഒക്കെ. ആ ഇതിൽ എൻ്റെ പൊളിറ്റിക്കൽ സയൻസ് വിജയിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. നരേന്ദ്രമോദി എന്ന് പറയുന്ന തീവ്ര ഹിന്ദുത്വ വർഗീയവാദി ഈ കാലഘട്ടം ഈ കണ്ടിട്ടുള്ള ലോകത്തെ ഏറ്റവും വലിയ വർഗീയവാദി, ആ വർഗീയവാദി തകർന്ന തരിപ്പണമായി ഇന്ത്യ രാജ്യം കുഴിച്ച കുഴിക്കകത്തേക്ക് വീഴുന്നത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ഭരണം പിടിച്ചുകൊണ്ട് ആ അധികാരം നുണയണമെന്ന് ഞങ്ങൾക്കൊരു താല്പര്യം. അതുകൊണ്ടാണ് ഞങ്ങൾ ഞാൻ തീരുമാനിച്ചത്, ഞങ്ങൾ ഒരു ക്ലെയിമും ഉണ്ടാക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ഉറപ്പിന്റെ പുറത്താണ് തേജസ്വി യാദവ് പറഞ്ഞത് കാത്തിരുന്ന് കാണും സർക്കാർ രൂപീകരണ സാധ്യതകളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്ന്? അതാ പറഞ്ഞത്, പിക്ചർ അഭി ബാക്കി ഹെ. നരേന്ദ്രമോദി പറഞ്ഞല്ലോ ട്രെയിലറാണ് സിനിമ വരാൻ പോകുന്നതുള്ളൂ. ട്രെയിലർ തുടങ്ങിയിട്ടേ ഉള്ളൂ, സിനിമ ഇനി വരാൻ കിടക്കുകയാണ്. ശരി, അപ്പൊ ഈ ഏകാധിപതിയെ ഈ നാട് ഇല്ലായ്മ ചെയ്യുന്നത് കാണണം. അതിനുശേഷം നമുക്ക് ആലോചിക്കാം. ഞാനൊരു ഇടവേളയിലേക്ക് പോകുന്നു. ശ്രീ AJ ഫിലിപ്പ്, അതോടൊപ്പം തന്നെ ഡോക്ടർ ഫസൽ ഗഫൂർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരും. ശ്രീ AJ ഫിലിപ്പ്, ഈ രണ്ട് കക്ഷികളിലെയും അല്ലെങ്കിൽ നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ആവശ്യം സ്പീക്കർ പദവിയാണ്. നമുക്കറിയാം പാർലമെന്റ് എങ്ങനെയാണ് ഈ കഴിഞ്ഞ 10 വർഷം പ്രവർത്തിച്ചിരുന്നതെന്നത്. ഏറ്റവും വലിയ വിമർശനം ഉയർന്നിരുന്നത് സംവാദത്തിൽ അടിസ്ഥാനമായിരിക്കണം ജനാധിപത്യത്തിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളുടെ പ്രവർത്തനം എന്ന ആശയം നിരാകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. പുതിയ മോദി സർക്കാരിൽ അല്ലെങ്കിൽ ആ പാർലമെന്റിൽ, പ്രതിപക്ഷം കുറച്ചുകൂടി കരുത്താർജിച്ചെത്തുന്ന പാർലമെന്റിൽ ഈ നടപ്പ് രീതികളിൽ മാറ്റം വരും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഏത് സാഹചര്യമായിരിക്കും ഈ രണ്ടുപേരെ കൊണ്ടും സ്പീക്കർ പദവിയിലേക്ക് അവകാശവാദം ഉന്നയിക്കാൻ ഇടയാക്കിയത്? അതായത് ഒരു കോalition ഗവൺമെൻറ്റിൽ സ്പീക്കർക്ക് ഒരു നിർണായകമായ റോള് വഹിക്കാനുണ്ട്. അപ്പോൾ അത് ഭരണകക്ഷിക്ക് വേണമെന്നില്ല, രണ്ടാമത്തെ പാർട്ടിക്ക് കൊടുക്കുന്നതിനകത്ത് യാതൊരു കുഴപ്പമില്ല. പല സംസ്ഥാനങ്ങളിലും സ്പീക്കർ പദവി ഭരിക്കുന്ന പാർട്ടിയല്ല, കോalition പാർട്ട്ണർക്ക് പല സംസ്ഥാനങ്ങളിലും കൊടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിൽ തന്നെ TDPയുടെ ഒരാൾ അവിടുത്തെ സ്പീക്കറായിരുന്നു. അപ്പോൾ ഒരേ പാർട്ടിയുടെ തന്നെ സ്പീക്കർ വേണമെന്ന് BJP അവകാശപ്പെടുന്നുവെങ്കിൽ അതിലും തെറ്റുണ്ടല്ലോ. അത് ഘടകകക്ഷികൾ ആ പോസ്റ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിനെ എങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ പറ്റുന്നത്?
അത് ചോദ്യം ചെയ്യുന്നത് തന്നെ തെറ്റാണ്. സ്പീക്കർക്ക് ഒരു ചില നിർണായക സന്ദർഭങ്ങളിൽ ചില ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് BJP ആ പോസ്റ്റ് ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നത്? അപ്പോൾ അതിലും തെറ്റില്ലേ? വേറൊരു പാർട്ടി ഘടകകക്ഷി ആ പോസ്റ്റ് ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അതിൽ യാതൊരു തെറ്റും ഔന്നത്യവും ഞാൻ കാണുന്നില്ല. പിന്നെ ഇവിടെ ഒരു വ്യക്തി പറയുകയുണ്ടായി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. ശരിയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഇൻഡോറിലെ BJP സ്ഥാനാർത്ഥിക്കാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് വോട്ട് കിട്ടിയത്? കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അയാൾ നോമിനേഷൻ സമർപ്പിച്ച് കഴിഞ്ഞിട്ട് അയാൾക്കെതിരെ ഒരു മർഡർ കേസ് കൊണ്ടുവന്ന് അയാളെ ജബർദസ്തി ഈ വിഡ്രോ ചെയ്യിച്ച് എതിരില്ലാതെ മത്സരം നടന്നു. എന്നിട്ടും അവിടെ നോട്ടായിക്ക് 2,30,000 വോട്ട് അവിടെ കിട്ടി ഈ ഇൻഡോറിൽ. ആ ഇൻഡോറിലെ സ്ഥാനാർത്ഥിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. അതുപോലെ തന്നെ ഗുജറാത്തിലെ സൂററ്റ് മണ്ഡലത്തിൽ ഒരു കാൻഡിഡേറ്റ്സിനെ അവിടെ ഇത് നോമിനേഷൻ സമർപ്പിച്ചവരെല്ലാം ഫോഴ്സ് എഴുതി, അതായത് ജബർദസ്തി ആയിട്ട് അവരെ കൊണ്ട് വിഡ്രോ ചെയ്യിച്ചു. അങ്ങനെ ഒരു വ്യക്തി അവിടെ ഡിക്ലെയർ ചെയ്തു. അദ്ദേഹമാണ് ആദ്യമായിട്ട് വിജയിച്ചത്. BJPയുടെ വിജയമാണ്. ഇനിയും മധ്യപ്രദേശിലെ തന്നെ ഏകദേശം 10ഓളം സീറ്റ് ജയിക്കാൻ കാരണം ബഹുജൻ സമാജ് പാർട്ടി അവിടെ കുറേ വോട്ട് പിടിച്ചതുകൊണ്ടാണ്. അല്ലാതെ BJPയുടെ വലിയ നേട്ടമായിട്ടൊന്നും ഈ വിജയിച്ച പല സ്ഥലങ്ങളിലും ഇല്ല. അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ കണക്കെടുത്ത് പരിശോധിച്ചാലും അവിടെ കാണാൻ കഴിയും ബഹുജൻ സമാജ് പാർട്ടിയുടെ നിന്നതുകൊണ്ട് അവിടെ ഒത്തിരി സീറ്റുകൾ BJPക്ക് നേടാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇതെല്ലാം നരേന്ദ്രമോദി വ്യക്തിപ്രഭാവം കൊണ്ടാണ് കിട്ടിയതെന്നൊക്കെ പറയുന്നത് വെറും തെറ്റിദ്ധാരണയാണ്. പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം ഒരിക്കലും ഒരു ബില്ലിൻ്റെ കോപ്പി എടുത്ത് കീറിക്കളഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ അപക്വത, അദ്ദേഹം ചെയ്തത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യം ചെയ്തു. പക്ഷേ അത് എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏത് സമയത്തും കഴിഞ്ഞ 10 വർഷമായിട്ട് രാഹുൽ ഗാന്ധി എപ്പോഴും ജനങ്ങളുടെ മുമ്പിലുണ്ട്. ജനങ്ങൾക്ക് ഏത് ചോദ്യം വേണമെങ്കിലും അദ്ദേഹത്തിനോട് ചോദിക്കാം. അദ്ദേഹത്തിന് അതിന് മറുപടിയുണ്ട്. അദ്ദേഹം മിടുക്കനാണോ മണ്ടനാണോ എന്നുള്ളതൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. പക്ഷേ അദ്ദേഹത്തിന് ഏത് ചോദ്യം ചോദിച്ചാലും അദ്ദേഹത്തിന് മറുപടിയുണ്ട്. അതേസമയം നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഒരൊറ്റ പ്രസ് കോൺഫറൻസ് പോലും അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുക്കും, ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് പുള്ളി തയ്യാറാക്കിയ ഉത്തരം കൊടുക്കും. അല്ലാതെ ഒരു പ്രസ് കോൺഫറൻസ് നടത്താനായിട്ട് നരേന്ദ്രമോദിക്ക് ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് നമ്മൾ കേൾക്കണം, അതാണ് പറയുന്നത്. പിന്നെ മാധ്യമ പ്രവർത്തകരെ കൂടെ കൊണ്ടുപോകാത്തത് ഞാനങ്ങനെ എന്നെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാനൊരു പത്രത്തിലും ജോലി ചെയ്യുന്നില്ല. അപ്പം പ്രധാനമന്ത്രിയോട് എനിക്ക് പോകാനും പറ്റത്തില്ല. അതുകൊണ്ടൊന്നുമല്ല ഞാനീ പറഞ്ഞത്. പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അതായത് മാധ്യമ പ്രവർത്തകരെ വേണ്ട അംഗീകാരം ഈ ഗവൺമെൻറ് കൊടുക്കുന്നില്ല എന്ന് തന്നെയല്ല. പാർലമെൻറ്റിൽ പോലും നേരത്തെ പത്രപ്രവർത്തകർക്ക് കിട്ടിക്കൊണ്ടിരുന്ന അവകാശങ്ങളൊക്കെ കഴിഞ്ഞ ഗവൺമെൻറ് നിഷേധിച്ചിട്ടുണ്ട്. അതുതന്നെയല്ല, എത്രയോ പത്രക്കാരെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട്. ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന പത്രക്കാരുണ്ട്. അതൊക്കെ എന്തിനാണ് കാണിക്കുന്നത്? അങ്ങനെ ധാർഷ്ട്യത്തോടുകൂടി ആ സംസ്കാരത്തിൽ കൊണ്ടുവന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഉള്ളത്. ആ ഗവൺമെൻറ് മാറണം എന്നുള്ള ജനങ്ങളുടെ അത്യധികമായ ആഗ്രഹം പ്രകാരമാണ് ഈ റിസൾട്ട് ഇങ്ങനെ ഉണ്ടായത്. അതുപോലെ തന്നെ BJPയുടെ കൂടെ ചേർന്നതുകൊണ്ട് TDPക്കൊക്കെ മുസ്ലിം വോട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ മുസ്ലിങ്ങളോട് ഇത്ര താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഏകദേശം 350ഓളം സീറ്റ് എത്രയെന്ന് എക്സാക്ട് ചെയ്യാനും ഓർക്കുന്നില്ല BJP മത്സരിച്ചു. പക്ഷേ BJP ഒരൊറ്റ മുസ്ലിമിന് മാത്രമേ ടിക്കറ്റ് കൊടുത്തുള്ളൂ. അത് മലപ്പുറത്തുള്ള ഒരു മുസ്ലിമിന് ടിക്കറ്റ് കൊടുത്തു. ബാക്കി ഒരൊറ്റ സ്ഥലത്ത് പോലും ഒരു സ്ഥാനാർത്ഥിക്ക് പോലും ഒരു മുസ്ലിമിനെ പോലും സ്ഥാനാർത്ഥിയാക്കാൻ ഈ BJPക്ക് കഴിഞ്ഞിട്ടില്ല. മുസ്ലിങ്ങൾ എന്താ മോശക്കാരാണോ ഈ രാജ്യത്ത്? അവർക്ക് എന്തുകൊണ്ട് 10 സീറ്റ് BJPക്ക് കൊടുക്കാൻ പറ്റിയില്ല? ആകെ കൊടുത്ത ഒരൊറ്റ ഒരു സീറ്റ്, അതും കൊടുത്തത് മലപ്പുറത്താണ്, കേരളത്തിൽ. വേറെ എങ്ങും കൊടുത്തിട്ടില്ല. പിന്നെ ആ പാർട്ടിയെക്കുറിച്ചാണ് പറയുന്നത് ഈ BJPയുടെ കൂടെ ബന്ധം ചേർന്നതുകൊണ്ട് ഈ സർക്കാരിനെ കുറിച്ച് ഒരു പ്രവചനം നടത്താനുണ്ട്. മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ അല്ല ഇവിടെ വോട്ട് ചെയ്യുന്നത്. ഇവിടെ വോട്ട് ചെയ്തത് ജനങ്ങളാണ്. ആ ജനങ്ങളുടെ വികാരമാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞുതരാം. ഞാൻ ഈ ചാനലിൽ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇത് നരേന്ദ്രമോദിയുടെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ടൊന്നും ഉണ്ടായതല്ല കഴിഞ്ഞ ഗവൺമെൻറ്റുകളൊക്കെ. അതൊക്കെ പല രീതിയിലും EDയും അതുമാതിരിയുള്ള ഏജൻസികളൊക്കെ ഉപയോഗിച്ച് പാർട്ടികളെ പുലർത്തുക, ആൾക്കാരെ കൂറുമാറ്റുക, ധ്രുവീകരണ രാഷ്ട്രീയം നടത്തുക, ജാതി തിരിമറികൾ നടത്തുക, ഇതൊക്കെ നടത്തിയിട്ട് പറയും ഇന്ന ആളുടെ വ്യക്തിപ്രഭാവമാണെന്ന്. വ്യക്തിപ്രഭാവമാണ് ഇപ്പോൾ കാണണമല്ലോ. അത് ഒരു വ്യക്തിപ്രഭാവമില്ല. ഇത് പൊളിറ്റിക്കൽ ചിക്കനറി എന്നൊരു വാക്കുണ്ട്. അത് പൊളിറ്റിക്കലായിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതിപ്പോൾ വളരെ വ്യക്തമാണ് ആ കാര്യം.
മനസ്സിലായി. ഈ ധ്രുവീകരണ രാഷ്ട്രീയം ഒരുപാട് കാലം നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അതിൽ വ്യക്തമായിട്ട് വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഇപ്പം പറഞ്ഞ മാത്രമല്ല, പിന്നെ എനിക്ക് തെലുഗുദേശത്തോട് ഇതൊക്കെ സ്നേഹമുണ്ടെന്ന് മുമ്പ് തെലുഗുദേശം പാർട്ടി ഇതിന് മുമ്പ് കോൺഗ്രസായിട്ട് അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ജനതാദൾ പാർട്ടി കോൺഗ്രസായിട്ട് JDU അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമയം അപ്പം ഇടയ്ക്ക് അവരുടെ ന്യായങ്ങൾക്കനുസരിച്ചിട്ട് അവരോട് സ്നേഹം തോന്നാം. ഇത് സ്നേഹമൊന്നും പ്രകടിപ്പിച്ചല്ല, അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള തന്ത്രങ്ങളെ പറ്റി സ്നേഹമൊന്നുമായിട്ട് പറഞ്ഞല്ല. ഒരു രാഷ്ട്രീയ ചർച്ച ഏതാ ആരാ എന്താ പറഞ്ഞ ഹലോ ഇവര് ഉണ്ടായത് തന്നെ കോൺഗ്രസ് അല്ല, ഞാൻ പറഞ്ഞേ അവര് അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. തെലങ്കാനയിൽ അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസ് ആയിട്ട്. പ്രവചനം നടത്താനുണ്ടോ? RJD JDU കോൺഗ്രസ് മന്ത്രിസഭ ഉണ്ടായിരുന്നില്ലേ? അത് അതിന്റെ പേരല്ലേ മഹാഗഠബന്ധൻ. അതെങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. തെലുഗുദേശം പാർട്ടി മനസ്സിലായോ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കരുത്. മറ്റേ BJP 4 രാജ്യസഭാ മെമ്പർമാരെ കൂറുമാറ്റിച്ചില്ലേ? 4 രാജ്യസഭാ മെമ്പർമാരെ TDP BJPയിലോട്ട് TDPയുടെ മെമ്പർമാരെ BJP കൂറുമാറ്റിയപ്പോൾ അത്രയും കാലം തെറ്റി നടക്കായിരുന്നു. അപ്പോൾ അങ്ങനെ അത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ബന്ധങ്ങളല്ല ഇവരായിട്ടെന്നുള്ളത്. ഇവർ പല ചന്ദ്രബാബു നായിഡു പഴയ കോൺഗ്രസ്സുകാരനല്ലേ, അവരായിട്ട് ഇപ്പോഴും ബന്ധമില്ലേ കോൺഗ്രസ്സായിട്ട്? അത് അങ്ങനെ നിങ്ങൾ പറയണ്ട. ആ സമയത്ത് എങ്ങനെ നടക്കുന്നു അതിനനുസരിച്ച് ഞാൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഞാൻ ഫൈനലായിട്ട് ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ വ്യക്തിപ്രഭാവം ഈഗോ എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന ഒന്നുമല്ല. ഗുജറാത്തിൽ തന്നെ ഇലക്ഷൻ നിർത്താതെ പാരച്യൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കിയത്. പിന്നെ അവിടെ ഗോത്ര കലഹങ്ങൾക്ക് ശേഷമാണ് ഈ പ്രശ്നം മൂപ്പരങ്ങനെ തുടർച്ചയായിട്ട് വരാൻ കാരണം. അപ്പോൾ ധ്രുവീകരണ രാഷ്ട്രീയത്തിലൂടെ വന്നിട്ടുള്ള ഒരു വ്യക്തിപ്രഭാവം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൊന്തിച്ച് കാണിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. അദ്ദേഹം പറ്റൊന്നും നമുക്ക് മോശമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് കഴിവുള്ള ഒരാളാണ്, നല്ല പ്രാസംഗികനാണ്, കുറേ കാര്യങ്ങൾ മിടുക്കൊക്കെ ഉണ്ട്. പക്ഷേ അത് ഇന്ദിരാഗാന്ധിയോടോ ജവഹർലാൽ നെഹ്റുവിനോടോ ഒക്കെ ഈവൻ മൻമോഹൻ സിംഗിനോട് പോലും നമുക്ക് വ്യക്തിപ്രഭാവത്തിന്റെ കാര്യത്തിൽ മൻമോഹൻ സിംഗ് ചർച്ച അവസാനിപ്പിക്കുക. അതൊരു മര്യാദയെ കൂടിയാണല്ലോ. ശ്രീ ശിവശങ്കർ, താങ്കൾക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട്. ഇതെല്ലാം ഇവര് ഈ ഫാക്ട്സിന്റെയോ ഫിഗറിന്റെയോ കണക്കാക്കുകയല്ല. നരേന്ദ്രമോദിക്ക് വ്യക്തിപ്രഭാവം ഇല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏകാധിപതിയാണ്, ഇതെല്ലാം പറയുമ്പോഴും രാജ്യത്തിൻ്റെ വളർച്ചയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഗ്രോത്തോ അല്ലെങ്കിൽ പാർട്ടിയുടെ സീറ്റ് വൈസോ ഇതൊന്നും യോജിക്കുന്നില്ല. ഇവർക്ക് വ്യക്തിപരമായുള്ള ദേഷ്യം അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്നുള്ള ആള് ഒരു മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളോട് ഇവർക്ക് ജന്മനാ ഉണ്ടായ ചില വിരോധം, അതല്ലാതെ ഇന്നിന്ന കാരണങ്ങൾ കൊണ്ട് രാജ്യത്തിൻ്റെ വളർച്ചയെ വികസനത്തെ തടസ്സപ്പെടുത്തി എന്നുള്ളതൊന്നുമില്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നോക്കൂ, TDPയും ജനതാദളും കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്, BJPയുമായിട്ടും സഖ്യമുണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇത്തരത്തിലുള്ള ചില ധാരണാ പെശക്കുകളുടെ ഭാഗമായിട്ട് അവർക്ക് നരേന്ദ്രമോദിയോടും BJPയോടും എതിർപ്പുണ്ട്. തീർച്ചയായിട്ടും ഫസൽ ഗഫൂറിനെ അടക്കം ഞങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഭാവിയിൽ ഇപ്പോൾ കേരളത്തിൽ താമര വിടുന്നത് പോലെ അക്കൗണ്ട് തുറക്കില്ല എന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഈ താമരകൾ ഇവരുടെ ഹൃദയത്തിലും വിടരും, കേരളത്തിലും വിടരും, ഒരു സംശയവുമില്ല. അതുവരെ ഞങ്ങൾ വളരെ ശിവശങ്കരൻ ഈ രാജ്യത്തിന്റെ വളർച്ച എന്ന് വീണ്ടും പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഈ രാജ്യത്തിന്റെ GDP വളർച്ച കണക്ക് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഏതായാലും മൂന്നാം ഊഴത്തിൽ നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ ആയുസ് എത്ര എന്നത് ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെ അത് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയിലേക്ക് പോകുന്നു എന്നതുകൊണ്ടാണ്. ഒപ്പമുള്ളവർ എത്ര കാലം ഒപ്പം ഉണ്ടാകുമെന്നതും അത് മറുകണ്ഠത്തേക്ക് ചാടാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയെന്നതും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ ചർച്ചയാകുക തന്നെ ചെയ്യും. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാവുകയാണ്.